स्वेच्छा केसरिण स्वच्छ स्वच्छायासितेन्दवः प्राजन्ताम्बो मधुरिपः प्रपन्नार्तिच्छिदो नखाः अपूर्वं यद् वस्तु प्रथयति विना कारणकदां जगद्ग्रावप्रख्यं निजरसभरात् सारयति च क्रमात् प्रख्योपाख्या प्रसरसुभगं भासयति तत् सरस्वत्यास्तत्त्वं कविसहृदयाख्यं विजयते. അപ്പോൾ മൂന്ന് പ്രതീയമാനാർത്ഥങ്ങളുള്ളതിൽ ആദ്യത്തേത് വസ്തുമാത്രമായിരിക്കുന്ന പ്രതീയമാനാർത്ഥം വാച്യാർത്ഥത്തിൽ നിന്നും നന്നേ അകന്നു നിൽക്കുന്നു എന്ന് കാണിക്കാനായി 5 ഉദാഹരണങ്ങൾ കാണിച്ചു തന്നു. എന്നിട്ട് പറയാണ് അന്യേച ഏവം പ്രകാരാഹ വാച്യാദ് വിഭേദിനഃ പ്രതീയമാനഭേദാഃ സംഭവന്തി തേഷാം ദിങ് മാത്രം ഏതത് പ്രദർശിതം. ഇതുപോലെ ഇനിയും വാച്യാർത്ഥത്തിൽ നിന്നും ഭേദമുള്ളവകളായ പ്രതീയമാനാർത്ഥത്തിൻ്റെ വകഭേദങ്ങൾ ധാരാളമുണ്ട്. എല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ട് തേഷാം ദിങ് മാത്രം ഏതത് പ്രദർശിതം. ഇത് കാണിച്ചു തന്നു. എന്താ കാണിച്ചു തന്നത്? ദിക്ക് കാണിച്ചു തന്നു. ഈ വഴിക്ക് പോയാൽ കൂടുതൽ ചിന്തിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താം എന്ന് ഒരു ഡയറക്ഷൻ കാണിച്ചു തന്നു. ദിക് ദർശനമാണ് ചെയ്തത്. ദിങ് മാത്ര ദർശനം. ദർശനം എന്ന് വെച്ചാൽ കാണിച്ചു തരലാണ്, കാണലല്ല, കാണിച്ചു തരൽ. അത് ചെയ്തു. ദ്വിതീയോപി ഭേദ വാച്യാദ് വിഭിന്നഃ സപ്രപഞ്ചം അഗ്രേ ദർശയിഷ്യതേ. ഒന്നാമത്തെ ഭേദം വസ്തുമാത്രം എന്ന ഭേദമാണ്. രണ്ടാമത്തെ ഭേദം അലങ്കാരാഹ. അപ്പോൾ അലങ്കാരങ്ങൾ ആണ് രണ്ടാമത്തെ പ്രതീയമാനാർത്ഥത്തിന്റെ ഭേദം എന്ന് പറഞ്ഞാൽ ധ്വനിച്ചു കിട്ടുന്ന അലങ്കാരങ്ങൾ. പ്രതീയമാനാർത്ഥം എന്ന് വെച്ചാൽ വ്യംഗ്യാർത്ഥമാണല്ലോ. വ്യംഗ്യമായി കിട്ടുന്ന അലങ്കാരങ്ങൾ. ഇതാണ് അലങ്കാരധ്വനി. ഇതാണ് രണ്ടാമത്തെ പ്രതീയമാനാർത്ഥ ഭേദം. അതും വാച്യാദ് വിഭിന്ന, വാച്യാർത്ഥത്തിൽ നിന്നും വളരെ തന്നെ അകന്നു നിൽക്കുന്നു എന്നുള്ളത് അഗ്രേ ദർശയിഷ്യതേ. പിന്നീട് ഗ്രന്ഥത്തിൽ നന്നായിട്ട് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. എവിടെ? രണ്ടാമത്തെ ഉദ്യോഗത്തിൽ. എങ്ങനെയാ കാണിച്ചു തരുന്നത്? സപ്രപഞ്ചം. ഒരുപാടുണ്ട് അലങ്കാരധ്വനികൾ. അതുകൊണ്ട് ഇവിടെ പറയാൻ പറ്റില്ല. എളുപ്പത്തിൽ വസ്തുധ്വനി പറഞ്ഞ പോലെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണോ എന്നാണ്. അതുകൊണ്ടാണ് സപ്രപഞ്ചം അഗ്രേ ദർശയിഷ്യതേ എന്ന് പറഞ്ഞത്. നോക്കൂ, അഗ്രേ യോജനം ഇതി ദ്വിതീയോദ്യോഗേ. രണ്ടാം ഉദ്യോഗത്തില് അസംലക്ഷ്യക്രമവ്യംഗ്യ ക്രമേണ ദ്യോതിതപരഃ എന്ന സ്ഥലത്തെ ഇതി വിവക്ഷിതാന്യപരിവാച്യസ്യ ദ്വിതീയ ഭേദ പ്രഭേദ വർണ്ണനാവസരേ. രണ്ടാം ഉദ്യോഗത്തിൽ അലങ്കാരധ്വനികളെ കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഉപമ, രൂപകം, അർത്ഥാന്തരന്യാസം തുടങ്ങിയിട്ടുള്ള അലങ്കാരങ്ങൾ വാച്യമായി കണ്ടിട്ടുണ്ടല്ലോ. വാച്യം നമുക്ക് പറയണ്ട, ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ വ്യംഗ്യമായിട്ട് വരും. അലങ്കാരം വാച്യമായിട്ടല്ല, വ്യംഗ്യമായിട്ട് വരും. അവയെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട് രണ്ടാം ഉദ്യോഗത്തിന്റെ അവസാന ഭാഗത്തായിട്ട്. പക്ഷേ അത് വളരെ അധികം ഉള്ളത് കൊണ്ട് ഇപ്പൊ 5 ഉദാഹരണങ്ങളെ കൊണ്ട് വസ്തുധ്വനിയെ കാണിച്ചു തന്ന പോലെ അലങ്കാരധ്വനിയെ കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. യഥാഹി വിധി നിഷേധ തദനുഭയാത്മന രൂപേണ സങ്കലയ്യ വസ്തുധ്വനി സംക്ഷേപേണ സുവചഃ. വസ്തുധ്വനി ചുരുക്കി എളുപ്പം പറയാൻ പറ്റുന്നതാണ്. സുവചഃ, എളുപ്പം പറയാൻ പറ്റുന്നത്. സുഖേന വക്തും ശക്യ സുവചഃ. എങ്ങനെ? സങ്കലയ്യ, എല്ലാറ്റിനെയും ചേർത്തിട്ട്. എങ്ങനെ ചോദിച്ചാൽ
എങ്ങനെ 3 തരത്തിലാണല്ലോ കാണിച്ചു തന്നത്. വിധി, നിഷേധം, ഉഭയാത്മാവ്, അല്ലെങ്കിൽ തദനുഭയം. അങ്ങനെ വിധിയും നിഷേധവും അനുഭയവും, അതായത് വാച്യം വിധിയായിരിക്കുമ്പോൾ വ്യംഗ്യം നിഷേധാവുക അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ 5 തരത്തിൽ കാണിച്ചു തന്നല്ലോ. ഇങ്ങനെ സങ്കലയ്യ എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്ത് സംക്ഷേപേണ ചുരുക്കി സുവച എളുപ്പം പറയാൻ കഴിയും. ഏത് വസ്തുധ്വനി. പക്ഷേ അലങ്കാരധ്വനി ഇതുപോലെ പറയാൻ പറ്റില്ല. ന അലങ്കാരധ്വനി തഥാ ന അലങ്കാരധ്വനി. അലങ്കാരധ്വനി ഇതുപോലെ ചുരുക്കി എളുപ്പം പറയാൻ പറ്റുന്നതല്ല. അലങ്കാരാണാം ഭൂയസ്ത, അലങ്കാരങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട്. തഥേവക്തും സപ്രപഞ്ചനിധി, അതിന്റെ എല്ലാ വകഭേദങ്ങളോടുകൂടി ഞാൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കാണിച്ചു തരുന്നുണ്ട്, ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പിന്നീടാണെന്ന് മാത്രം. തൃതീയസ്തു എന്നുള്ളത് അടുത്ത വൃത്തിഗ്രന്ഥത്തിന്റെ ഭൂമികയാണ്. അടുത്ത വൃത്തിഗ്രന്ഥം എവിടെയാ കിടക്കുന്നത്? ഇതവിടെ. തൃതീയസ്തു രസാദിലക്ഷണ പ്രഭേദ വാച്യസാമർഥ്യാക്ഷിപ്ത പ്രകാശത്തെ നതു സാക്ഷാത് ശബ്ദവ്യാപാര വിഷയഃ ഇതി വാച്യാത് വിഭിന്ന ഏവ. മൂന്നാമത്തെ പ്രതീയമാനാർത്ഥം ഏതാണ്? രസാദി ലക്ഷണമാണ്. രസാദി ലക്ഷണം, രസാദി സ്വരൂപമാണ്. രസാദി എന്ന് വെച്ചാൽ രസം മുതലായവ. അത് വാച്യസാമർഥ്യാക്ഷിപ്ത പ്രകാശത്തെ, വാച്യാർത്ഥത്തിന്റെ സാമർഥ്യം കൊണ്ട്, അർത്ഥശക്തി കൊണ്ട് കാണിച്ചു തരപ്പെടുന്നതാണ്, വലിച്ചഴിച്ച് കൊണ്ടുവരപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നതാണ്, ഡ്രാഗ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെയാണ് അത് പ്രകാശിക്കുന്നത്. അപ്പൊ അത് വാക്കുകൊണ്ടല്ല പറയുന്നത്, അർത്ഥം കൊണ്ടാണ് പറയുന്നത്. നതു സാക്ഷാത് ശബ്ദവ്യാപാര വിഷയ, അത് വാക്കുകൊണ്ട് നേരിട്ട് പറയാൻ കഴിയുന്നതല്ല. ഏത്? രസാദിയായിരിക്കുന്ന വ്യംഗ്യം. സാക്ഷാത് നേരിട്ട്, മറ്റൊന്നിൻ്റെയും സഹായം കൂടാതെ, മറ്റൊന്നിൻ്റെയും തടസ്സമില്ലാതെ നേരിട്ട്. സാക്ഷാത് ശബ്ദവ്യാപാര വിഷയ ന, അത് മാത്രം അങ്ങനെയാണ്. വസ്തുധ്വനിയും അലങ്കാരവും ഒക്കെ വാച്യമായിട്ടും വരാം, ശബ്ദം കൊണ്ട് നേരിട്ട് പറയാം, വ്യംഗ്യമായിട്ടല്ലാതെയും വരാം. പക്ഷേ രസാദി ഒരിക്കലും വാച്യമായിട്ട് വരില്ല, ശബ്ദവ്യാപാരം കൊണ്ട് നേരിട്ട് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് തൃതീയ തു എന്ന് പറഞ്ഞത്. മൂന്നാമത്തേതാകട്ടെ ആദ്യത്തെ രണ്ടെണ്ണം പോലെ അല്ല എന്നുള്ള വ്യത്യാസമാണ്. ഇത് വാച്യാ വിഭിന്ന ഏവ. അതുകൊണ്ട് ആ മൂന്നാമത്തെ രസാദി ലക്ഷണം അത് പറയേ വേണ്ട. കാരണം അത് വാക്കുകൊണ്ട് നേരിട്ട് പറയാവുന്നതല്ല. വാക്കുകൊണ്ട് വിഭാവാനുഭാവ വ്യഭിചാരികളെ പറഞ്ഞിട്ട് ആ വിഭാവാനുഭാവ വ്യഭിചാരികളാണ് രസാദിയെ തരിക. അപ്പൊ നേരിട്ട് രസാദിയെ പറയാറില്ല. ഇപ്പൊ ശൃംഗാരം, ഇപ്പോ ക്രോധ എന്നുള്ള വാക്കൊക്കെ പ്രയോഗിച്ചിട്ടല്ല കാവ്യത്തില് ക്രോധ എന്ന ഭാവത്തിന്റെയോ രൗദ്രം എന്ന രസത്തിന്റെയോ അനുഭവം നമുക്ക് വായനക്കാർക്ക് കവികൾ ഉണ്ടാക്കി തരാറ്. നേരിട്ടല്ല, നേരിട്ട് പറ്റുകയില്ല. പിന്നെയോ ക്രോധം എന്ന ഭാവത്തിന്റെ വിഭാവങ്ങളെയും അനുഭാവങ്ങളെയും വ്യഭിചാരികളെയും ഒക്കെ വാക്കുകൊണ്ട് പറയും. ആ വിഭാവാനുഭാവ വ്യഭിചാരികളിൽ നിന്നും നമുക്ക് അവകളിലൂടെ നമുക്ക് രസാദി കിട്ടും. വീരരസായാലും ശരി, രൗദ്രരസായാലും ശരി, അങ്ങനെ കിട്ടാം. അപ്പൊ തഥാഹി വാച്യത്വം തസ്യ. അപ്പൊ അത് വാച്യമാണോ രസാദി? അല്ല, വാച്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. തഥാഹി നമ്മുടെ കാണുന്നുണ്ട് അവിടെയൊക്കെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. രസാദികൾ രസംഭാവം, രസാഭാസം, ഭാവാഭാസം, ഭാവോദയം, ഭാവസന്ധി, ഭാവശബളിമ തുടങ്ങിയിട്ടുള്ള ഭാവ പ്രശമം തുടങ്ങിയിട്ടുള്ള രസാദികൾ വാച്യമായിട്ട് വരും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരാം ചോദിച്ചു കഴിഞ്ഞാൽ, വാച്യത്വം തസ്യ സ്വശബ്ദ നിവേദിതത്വേന വാസ്യ. തന്നെ പറയുന്ന വാക്കുകളെ കൊണ്ട് പറഞ്ഞാൽ വാച്യമാവും. എന്നുവെച്ചാൽ രതി എന്നുള്ള വാക്കുകൊണ്ട് രതിയെ സംവേദനം ചെയ്യുകയാണെങ്കിൽ രതി എന്ന ഭാവം വാച്യമാവും. അല്ലെങ്കിലോ വിഭാവാദി പ്രതിപാദന മുഖേനവാ,
അങ്ങനെയും അതിന് വാച്യമാണെന്ന് വേണമെങ്കിൽ പറയാം. വിഭാവാദി പ്രതിപാദനത്തിലൂടെ, അതായത് വാച്യമായിട്ട് വിഭാവാദികൾ പറയുന്നു, അവയിൽ നിന്നും രസാദി കിട്ടുന്നു. അപ്പോൾ വിഭാവാദികളിലൂടെ ആകുമ്പോഴും അതിനെ വാച്യം എന്ന് വേണമെങ്കിൽ പറയാം. പൂർവസ്മിൻ പക്ഷേ സ്വശബ്ദനിവേദിതത്വാഭാവേ രസാദീനാം അപ്രതീതി പ്രസംഗ. വാച്യമായിട്ടാണ്, അതായത് ആദ്യം പറഞ്ഞ തരത്തിൽ സ്വശബ്ദ നിവേദിതമായിട്ടാണ് രസാദികൾ മനസ്സിലാക്കപ്പെടുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ രതി, ശൃംഗാരം തുടങ്ങിയ വാക്കുകൾ കൊണ്ടാണ് നമുക്ക് രസാദി അനുഭവപ്പെടുന്നത് കവിത വായിക്കുമ്പോൾ അല്ലെങ്കിൽ നാടകം കാണുമ്പോൾ എന്നാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ ബുദ്ധിമുട്ട്? എവിടെയൊക്കെ രതി എന്നുള്ളതോ ശൃംഗാരം എന്നുള്ള പദങ്ങളൊന്നും ഇല്ല, അവിടെയൊന്നും ശൃംഗാര രസാനുഭവം പാടില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല അനുഭവം. കുമാരസംഭവം വായിക്കുമ്പോൾ രതിന്നോ ഇഷ്ടമെന്നോ ശൃംഗാരെന്നോ ഒന്നും പറയാതെ ആ മൂന്നാമത്തെ സർഗമൊക്കെ വായിക്കുമ്പോൾ പാർവതിയുടെ തപോവന പ്രവേശം, സ്ഥാണ്വാശ്രമ പ്രവേശവും ഒക്കെ വായിക്കുന്ന സമയത്ത് ഇവിടെ ശൃംഗാരാദികളെയോ വ്യത്യാദികളെയോ പറയുന്ന ഒരു ശബ്ദം പോലും ഇല്ല. അതില്ലാതെ രസാനുഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ തൻ്റെ വാക്കുകൊണ്ടാണ് രസം വാച്യമായിട്ട് ആണ് വ്യത്യാദികൾ മനസ്സിലാവുന്നത്, രസാദികൾ മനസ്സിലാവുന്നത് എന്ന് പറയാൻ പറ്റില്ല. പൂർവസ്മിൻ പക്ഷേ സ്വശബ്ദ നിവേദിതത്വാഭാവേ, സ്വശബ്ദ നിവേദിതത്വം ഇല്ലാതെ, എന്ന് വെച്ചാൽ ആ രത്യാദികളെ പറയുന്ന വാക്കുകൾ ഇല്ലെങ്കിൽ രസാദീനാം അപ്രതീതി പ്രസംഗ, രസാദികൾ അനുഭവം വേദ്യമാവില്ല എന്ന് വന്നേനെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഉള്ള നേരിട്ടുള്ള അനുഭവം അങ്ങനെയല്ല. വ്യത്യാദി ശബ്ദങ്ങളോ ശൃംഗാരാദി രസങ്ങളോ ശൃംഗാരാദി പദങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് രസാനുഭവം അനുഭവസിദ്ധമാണ് വായനയിൽ. അപ്പൊ വാക്കുകൊണ്ട് നേരെ രസം പറയാൻ കഴിയും, വ്യത്യാദികളെ പറയാൻ കഴിയും എന്ന് പറയാൻ പറ്റും. എന്നുവെച്ച സർവത്ര തേഷാം സ്വശബ്ദ നിവേദിതത്വം. എല്ലായിടത്തും രതി മുതലായ വാക്കുകൾ കൊണ്ടല്ല രത്യാദി ഭാവങ്ങളെ നമ്മൾ അറിയിക്കുന്നത്, കവികൾ മനസ്സിലാക്കി തരുന്ന കവികൾ. പിന്നെയോ ചില സ്ഥലങ്ങളിൽ രത്യാദി പദങ്ങളൊക്കെ കേൾക്കാം. ഇപ്പോ ഏകോ രസ കരുണ ഏവ നിമിത്ത ഭേദാത് എന്ന് ഭവഭൂതി പറയും, അല്ലെങ്കിൽ ഭവഭൂതിയുടെ കഥാപാത്രമായിട്ടുള്ള രാമൻ പറയും. പ്രതീകാശോ രാമസ്യ കരുണോരസഃ, രാമന്റെ കരുണരസം ഉടപാക പ്രതീകാശമാണ്. ഈ മൂഷ ഉണ്ടല്ലോ, മൂശാരിയുടെ മൂശപ്പെരയില് ലോഹം വലിയ ഡിഗ്രിയിൽ വലിയ താപത്തിൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് മൂഷ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്താ പുടപാകം എന്ന് പറയുന്നത്. പുടപാക പ്രതീകാശോ രാമസ്യ കരുണോരസഃ. ഈ ക്രൂസിബിൾ, ഇതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ക്രൂസിബിൾ. മൂഷയില് ഉരുകി ഒലിക്കുന്ന അത്രയും നല്ല താപത്തോട് കൂടിയിട്ടുള്ള ദ്രാവകം ഉണ്ടല്ലോ, അതുപോലെയാണ് രാമന്റെ കരുണരസം എന്നൊക്കെ രാമൻ തന്നെ പറയുന്നുണ്ട്. ചില സ്ഥലത്ത് കരുണം എന്ന വാക്കുകൊണ്ടും ശോകം എന്ന വാക്കുകൊണ്ടൊക്കെ കരുണാദി രസങ്ങളെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എത്രാപ്യസ്തി എന്ന് വെച്ചാൽ ആ ഭാവങ്ങളെ ആ രസങ്ങളെ പറയുന്ന വാക്കുകൾ ഉണ്ടെങ്കിലും തത്രാപി വിശിഷ്ട വിഭാവാദി പ്രതിപാദന മുഖേന ഏവ ഏഷാം പ്രതീതി. ആ വാക്കുകൾ കൊണ്ടല്ല നമുക്ക് ശോകമോ കരുണരസമോ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും വ്യാപിക്കുന്ന തരത്തിൽ അനുഭവപ്പെടുന്നത്. പിന്നെയോ ആ വാക്കുകൾ കൊണ്ട് അല്ലേ അല്ല. പിന്നെയോ അവിടെ വിഭാവാദികളിലൂടെ തന്നെയാണ്. വാക്കുകളൊക്കെ ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. ചിലപ്പോൾ അങ്ങനെ പ്രയോഗിക്കും കവികൾ. സാധാരണ നല്ല കവികൾ അങ്ങനെ പ്രയോഗിക്കാറില്ല, ചിലരങ്ങനെ പ്രയോഗിക്കും. ആ രത്യാദികളെ പറയുന്ന വാക്കുകൾ പ്രയോഗിക്കും. പക്ഷെ അവിടെയും നമുക്ക് രത്യാദി അനുഭവം, ഭാവത്തിൻ്റെയോ രസത്തിൻ്റെയോ അനുഭവം, തീക്ഷ്ണമായിട്ടുള്ള അനുഭവം, ശരീരത്തെയും മനസ്സിനെയും വ്യാപിക്കുന്ന തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം വെറും ഈ വാക്കുകൾ കൊണ്ടല്ല കിട്ടുന്നത്. പിന്നെയോ വിശിഷ്ട വിഭാവാദി പ്രതിപാദന മുഖേന ഏവ, വിഭാവാദികളെ പറയുന്ന ഇതുകൊണ്ടാണ്, വിഭാവാദികളിലൂടെയാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാവുന്നത്. അല്ലാതെ ആ വാക്കുകളിലൂടെ മാത്രമല്ല. വിശിഷ്ട വിഭാവാദി പ്രതിപാദന മുഖേന ഏവ യേശാം പ്രതീതി സ്വശബ്ദേന സാ കേവലം അനൂദ്യത്തെ. അപ്പൊ രതി ശോകം മുതലായ വാക്കുകളോ ഉത്തരാഞ്ചലത്തിലുള്ള പോലെയുള്ള വാക്കുകൾ എങ്ങനെയാ
അവിടെയൊന്നും ആ വാക്കുകൊണ്ട് ദുഃഖം നമ്മൾ അനുഭവിക്കാറില്ലേ, അറിയാറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഭാവാദികളിലൂടെ നമ്മൾ അറിഞ്ഞ ശോകത്തെയോ കരുണത്തെയോ, ശോകം കരുണം എന്നുള്ള വാക്കുകൾ വെറും ഇതേ ഏറ്റുപറയുക മാത്രമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അനുഭവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഉണ്ടായ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നു, അത്രയേ ഉള്ളൂ. സ്വശബ്ദേന സാ കേവലം അനൂദ്യത്തെ നതു തത്കൃത നതു തത്കൃത. ആ വാക്കുകൾ കൊണ്ടല്ല നമുക്ക് ആ അനുഭവം ഉണ്ടായിട്ടുള്ളത്. പ്രതീതി തത്കൃത എന്ന് വെച്ചാൽ തത്കൃത പ്രതീതി. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയാന്തരേ തഥാ ദർശനാ, വേറെ സ്ഥലത്ത് വിഭാവാദികളിലൂടെ, അതായത് ഭാവത്തിന്റെ, ശോകത്തിന്റെയോ രതിയുടെയോ വിഭാവാനുഭാവ വിചാരികളെ വർണ്ണിക്കാതെ നേരിട്ട് ശോകം എന്നോ രതി എന്നോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ശോകത്തിന്റെ ഒരു തീക്ഷ്ണമായിട്ടുള്ള അനുഭവം, രതിയുടെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് നേരിട്ട് വാക്കുകളെ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് രസാദിയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. വിഭാവാദികളിലൂടെ പറഞ്ഞാൽ രസാദികളുടെ അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. നഹി കേവല ശൃംഗാരാദി ശബ്ദമാത്രഭാജി വിഭാവാദി പ്രതിപാദനരഹിതേ കാര്യേ മനാഗപി രസവത്വ പ്രതീതി അസ്തി. എന്താ പറയുന്നത്? വിഭാവാദി പ്രതിപാദനരഹിതേ, വിഭവാദികളെ പറഞ്ഞിട്ടേ ഇല്ല. വിഭവാദികളെ പറയാതെ കേവല ശൃംഗാരാദി ശബ്ദമാത്ര ഭാജി, ശബ്ദമാത്ര ഭാജി എന്ന് വെച്ചാൽ ശബ്ദമാത്രം ഉള്ള കവിതയിൽ, കാവ്യത്തിൽ, ശബ്ദമാത്ര ഭാക്ക് കാവ്യം, ശബ്ദമാത്ര ഭാജി കാവ്യേ. എന്താ പറയുന്നത്? ശൃംഗാരം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ, ശൃംഗാരം, രതി, കരുണം, ശോകം, ക്രോധം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കാരണമോ ആ ഭാവം ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന കഥാപാത്രത്തിന്റെ ചേഷ്ടകളോ വിഭാവങ്ങളോ അനുഭാവങ്ങളോ അഭ്യാനുഭാവങ്ങളോ ഒന്നും വർണ്ണിച്ചില്ലെങ്കിൽ ഈ ശൃംഗാരം മുതലായ വാക്കുകൾ മാത്രമുള്ള കാവ്യത്തില് മനാഗപി, തെല്ലുപോലും, ഒരു തരി പോലും, തരിമ്പ് പോലും നഹി രസവത്വ പ്രതീതിരസ്തി, അവിടെ രസപ്രതീതി നമുക്ക് ഉണ്ടാവുന്നില്ല. നഹി രസവത്വ പ്രതീതിരസ്തി. രസവത്വം എന്ന് വെച്ചാൽ രസം തന്നെയാണ്. രസവത്ത് എന്ന് പറഞ്ഞാൽ രസമുള്ളത്. രസവത്തില് ഉള്ള ധർമ്മം രസവത്വം. രസമുള്ളതിൽ ഏത് ധർമ്മമുള്ളത്? രസം തന്നെയാണ്. അപ്പൊ രസവത്വം എന്ന് പറഞ്ഞാൽ രസം തന്നെയാണ്. രസപ്രതീതി നമുക്ക് ഉണ്ടാവുന്നില്ല. യതശ്ച സ്വാഭിധാനമന്തരേണ കേവലേഭ്യഃ അപി വിഭാവാദിഭ്യഃ വിശിഷ്ടേഭ്യഃ രസാദീനാം പ്രതീതിഃ കേവലാച്ച സ്വാഭിധാനാദ പ്രതീതിഃ തസ്മാത്. കാരണം കാണിക്കാം. ഒരു കാരണം, ഇന്ന കാരണം കൊണ്ട്. എന്താ കാരണം പറഞ്ഞത്? സ്വാഭിധാനമന്തരേണ, തൻ്റെ വാക്ക്, അതായത് രതിന്നോ ശോകമെന്നോ ശൃംഗാരമെന്നോ ഉള്ള വാക്കുകളൊന്നും പറയാതെ, അഭിധാനം എന്ന് വെച്ചാൽ വാക്ക്, തന്നെ പറയുന്ന വാക്ക് കൂടാതെ തന്നെ, ആ വാക്ക് കവികൾ പറഞ്ഞിട്ടേ ഇല്ല, ആ വാക്കുകളെ പ്രയോഗിക്കാതെ തന്നെ കേവലേഭ്യ വിഭാവാദിഭ്യ വിശിഷ്ടേഭ്യ രസാദീനാം പ്രതീതി, വിഭാവാനുഭാവ വിചാരികളെ നല്ലപോലെ വർണ്ണിച്ചാൽ, കുമാര സംഭവത്തിലെ സംഭവന പ്രവേശം അതുപോലെ ഒരുപാടുണ്ട്. ഞാൻ എളുപ്പത്തിൽ തോന്നുന്നു ഒന്ന് പറയുന്നേ ഉള്ളൂ. അവിടെ ഒന്നും ഭാവത്തെ പറയുന്ന വാക്കുകളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ വർണ്ണിക്കും, സിറ്റുവേഷൻ നന്നായിട്ട് വർണ്ണിക്കും. ഭാവത്തിന് കാരണമായിട്ടുള്ള ഒരു പരിസരം അതിനെ നന്നായിട്ട് വർണ്ണിക്കും. ഭാവമുണ്ടായിട്ടുള്ള കഥാപാത്രത്തിന്റെ ചേഷ്ടാവിശേഷങ്ങൾ അതിനെ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കും. ആ ഭാവം മനസ്സിൽ കയറിയത് കൊണ്ട് കഥാപാത്രത്തിന്റെ മനസ്സിൽ കയറിയിറങ്ങിപ്പോകുന്ന, മിന്നിമറയുന്ന പലതരം ഭാവങ്ങൾ, അതിനെയും മനോഹരമായിട്ട് വർണ്ണിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഭാവം കിട്ടും. ഭാവം പറഞ്ഞിട്ടേ ഉണ്ടാവില്ല, ഭാവത്തെ പറയുന്ന വാക്കേ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭിധാനമന്തരേണ, ഭാവത്തെയോ രസത്തെയോ പറയുന്ന വാക്കുകൾ ഇല്ലാതെ തന്നെ കേവലേഭ്യ വിഭാവാദിഭ്യ, വിഭാവാദികളുടെ വർണ്ണന കൊണ്ട് മാത്രം രസാദീനാം പ്രതീതി, രസാദി പ്രതീതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുപോലെ കേവലാച്ച സ്വാഭിധാനാത്, വെറുതെ രതി, ക്രോധം, ജുഗുപ്സ, വെറുപ്പ് എന്നുള്ള വാക്കുകൾ കൊണ്ട് നമുക്ക് ആ രസത്തിന്റെ പ്രതീതി നമുക്ക് ഉണ്ടാവാറില്ല. സ്വാഭിധാനാത് കേവലാത് അപ്രതീതി. അതുകൊണ്ട് എന്തു വന്നു? അന്വയ വ്യതിരേകങ്ങളെ കൊണ്ട്, അന്വയ വ്യതിരേകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യകാരണഭാവം നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ ഇപ്പൊ എന്താണ്, നമുക്ക് രസപ്രതീതി എങ്ങനെയായാലും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ
പ്രത്യാദികളായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചാൽ ഉണ്ടാവില്ല. വിഭാവാനുഭവ വ്യഭിചാരികളെ നല്ലപോലെ വർണ്ണിച്ചാൽ ഉണ്ടാവും എന്നാണ് പറയേണ്ടത്. അപ്പൊ രസാദികളുടെ അനുഭവത്തിന്, ഒരു സംവേദനത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വിഭാവാദികളിലൂടെ അവയെ വാച്യമല്ലാതെ നേരിട്ട് പറയാതെ എവിടെയാണോ വർണ്ണിക്കുന്നത് അവിടെ രസാദി പ്രതീതി ഉണ്ടാകും എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ഇപ്പോൾ തീക്ക് കാരണം പുകയാണ് എന്ന് പറഞ്ഞാൽ, തീ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ തീക്കും പുകയ്ക്കും തമ്മിൽ വ്യാപ്തി നിശ്ചയിക്കണ്ടേ? കാര്യകാരണഭാവം എങ്ങനെ നിശ്ചയിക്കും ചോദിച്ചാൽ, എവിടെയൊക്കെ കാരണമുണ്ടോ അവിടെയൊക്കെ കാര്യമുണ്ട്, എവിടെയൊക്കെ കാര്യമില്ലയോ അവിടെയൊന്നും കാരണവും ഇല്ല എന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുണ്ട്, എവിടെയൊക്കെ തീയില്ലയോ അവിടെയൊന്നും പുകയില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? അന്വയവ്യാപ്തിയും വ്യതിരേക വ്യാപ്തിയും. കാരണം ഉള്ളിടത്തെല്ലാം കാര്യമുണ്ടെന്ന് കാണിക്കുന്നത് അന്വയവ്യാപ്തിയാണ്. കാര്യകാരണ സംബന്ധം നിശ്ചിതമായിരിക്കുന്നു എന്ന് കാണിക്കല്. അതുപോലെ കാര്യമില്ലാത്തടത്തൊന്നും കാരണമില്ല എന്ന് കാണിക്കുന്നത് വ്യതിരേക വ്യാപ്തി. ഇല്ലാത്തടത്ത് അഭാവമുള്ളിടത്ത് അഭാവമുണ്ട്, അന്യഭാവമുള്ളിടത്ത് ധൂമാഭാവം. എവിടെയൊക്കെ തീയില്ലയോ അവിടെയൊന്നും പുകയില്ല എന്ന് പറയുമ്പോൾ വ്യതിരേകം ആണ്. വ്യതിരേകം എന്ന് പറഞ്ഞാൽ അഭാവം, വ്യതിരേകത്തിന്റെ വ്യാപ്തിയാണ് കാണിക്കുന്നത്. അപ്പൊ അന്വയവ്യാപ്തി കൊണ്ടും വ്യതിരേക വ്യാപ്തി കൊണ്ടും, വ്യാപ്തി എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ സംബന്ധം. അപ്പൊ കാര്യകാരണം എങ്ങനെയാ ഉറപ്പിക്കുക? കാരണമുള്ളിടത്തെല്ലാം കാര്യമുണ്ട് എന്ന് അന്വയവ്യാപ്തി, നിശ്ചിതമായ സംബന്ധം കാണിക്കണം. അതുപോലെ കാര്യമില്ലാത്തടത്തൊന്നും കാരണമില്ല എന്നും വ്യതിരേക വ്യാപ്തി നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെയാണ് കാര്യകാരണഭാവം ഉറപ്പിക്കാതെ. എങ്ങനെയാണ് അതപ്പൊ കാണിച്ചു തന്നത്? എവിടെയൊക്കെ വിഭാവാദി പ്രതിപാദനം ഉണ്ടോ അവിടെയൊക്കെ രസാദി പ്രതീതി ഉണ്ട്, എവിടെയൊക്കെ വിഭാവാദി പ്രതീതി ഇല്ലയോ അവിടെ ഒന്നും രസാദി പ്രതീതി ഇല്ല. അല്ലെങ്കിൽ എവിടെയൊക്കെ അന്ന് കാര്യകാരണഭാവം ഇങ്ങനെ കാര്യമുള്ളിടത്ത് കാരണം യത്സത്വേ യത്സത്വം യഥഭാവേ യഥഭാവ. കാരണമുള്ളിടത്തെല്ലാം കാര്യമുണ്ടെന്ന് കാണിക്കുക, കാര്യമില്ലാത്തടത്തൊന്നും കാരണമില്ല എന്ന് കാണിക്കുക. അങ്ങനെ കാണിച്ചത് കൊണ്ട് എന്ത് മനസ്സിലായി? അന്വയവ്യതിരേകങ്ങളെ കൊണ്ട് തസ്മാത് അന്വയവ്യതിരേകാഭ്യാം അഭിധേയ സാമർഥ്യാക്ഷിപ്തത്വമേവ രസാദീനാം. രസാദികൾ എങ്ങനെ മനസ്സിലാവുള്ളൂ? അഭിധേയത്തിന്റെ, അർത്ഥത്തിന്റെ സാമർഥ്യം കൊണ്ട്, വലിച്ചഴിച്ചുകൊണ്ട്. അർത്ഥം എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥം, അതായത് ശബ്ദമല്ല, വാക്കല്ല, അവയെ പറയുന്ന വാക്കുകളല്ല നമുക്ക് അവയുടെ പ്രതീതിയെ ജനിപ്പിക്കുന്നത്. ഏതിന്റെ? രസാദികളുടെ. ശൃംഗാരം എന്നുള്ള വാക്ക് കവി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശൃംഗാര രസപ്രതീതി ഉണ്ടാവില്ല. പിന്നെയോ ശൃംഗാരരസത്തിന് കാരണമായിരിക്കുന്നതും, ശൃംഗാരം രതി എന്ന ഭാവത്തിന് കാരണമായിരിക്കുന്നതും, രതി എന്ന ഭാവത്തെ ഉണർത്താനും അതിനെ ഉദ്ദീപിപ്പിക്കാനുള്ള കാരണങ്ങളും, രതി എന്ന ഭാവം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ആളുകളുടെ ചേഷ്ടകളും, അങ്ങനെയുള്ള രതി എന്ന ഭാവത്തിന്റെ ഒപ്പം വരുന്ന മറ്റു വ്യഭിചാരി ഭാവങ്ങളും എല്ലാം നന്നായിട്ട് വർണ്ണിക്കും. അപ്പൊ വാച്യമായിട്ട് അത് വർണ്ണിക്കുക. അപ്പൊ ഈ വാച്യാർത്ഥമാണ് നമുക്ക് രത്യാദികളെ, രസാദികളെ അനുഭവിപ്പിച്ചു തരുന്നത്. അപ്പൊ അഭിധേയം എന്ന് വെച്ചാൽ അർത്ഥം, വാച്യാർത്ഥം. അഭിധേയ സാമർഥ്യം കൊണ്ട് ആക്ഷിപ്തമായിട്ട് മാത്രമേ രസാദികളുടെ പ്രതീതി ഉണ്ടാവുന്നുള്ളൂ. അത് അഭിധേയത്വം. ഒരിക്കലും വാച്യമാവാൻ പറ്റില്ല. എന്തിന്? രസാദിക്ക് എന്ന് വെച്ചാൽ ശബ്ദം കൊണ്ട് നേരിട്ട് പറയാൻ പറ്റുന്നതല്ല രസാദികൾ. ശൃംഗാരാദി രസങ്ങളും രത്യാദി ഭാവങ്ങളും ഒക്കെ. അതുകൊണ്ട് ഇത് തൃതീയോപി പ്രഭേദ, മൂന്നാമത്തെ രസാദിയായിരിക്കുന്ന വാച്യാർത്ഥത്തെ പ്രതീയമാനാർത്ഥത്തിന്റെ പ്രഭേദവും വാച്യാത് ഭിന്ന. എന്താ പറഞ്ഞത്? ഒരിക്കലും വാച്യമാവില്ല. വാച്യമാവണമെങ്കിൽ രണ്ടു തരത്തിൽ വരാമെന്നാണ് പറഞ്ഞത്. ഒന്ന് നേരിട്ട് പറയാൻ കഴിയണം, രണ്ടാമത്തേത് വിഭാവാദികളിലൂടെ പറയാൻ കഴിയണം. വിഭാവാദികളിലൂടെ പറയുമ്പോൾ നേരിട്ട് പറയുന്നതല്ലല്ലോ. ആരാ തരുന്നത് രസാദികളുടെ അനുഭവത്തെ? വിഭാവാദികളാണ്. വിഭാവാദികളോ വാച്യാർത്ഥാണ്. അപ്പൊ വാച്യാർത്ഥത്തിലൂടെയേ പറയാൻ പറ്റുന്നുള്ളൂ, നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ മൊത്തം സാരം എന്താണ്? രസാദി എന്ന പ്രതീയമാനാർത്ഥം വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വാച്യമല്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? വാച്യാർത്ഥത്തിലൂടെ പറയാം. വാച്യാർത്ഥത്തിലൂടെ പറയാന്ന് പറഞ്ഞാൽ വാച്യാർത്ഥമല്ല. അപ്പൊ വാച്യാർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമാണ് രസാദി.
വാച്യാർത്ഥമല്ല. അപ്പൊ തൃതീയോപി പ്രഭേദ വാച്യാത് ഭിന്ന ഏവ സ്ഥിതം. പക്ഷേ അവിടെ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണ്, ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണ്. അതായത് ശൃംഗാരാദൃശങ്ങളൊന്നും ഒരിക്കലും വാച്യമല്ല, വ്യംഗ്യമായിട്ട് മാത്രമേ വരുള്ളൂ. രസം എപ്പോഴും വ്യംഗ്യമായിട്ട് മാത്രമേ വരുള്ളൂ. രസം മാത്രമല്ല, രസാദികളല്ല. പക്ഷേ രസം എവിടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ കവിതയിലൂടെ, അവിടെയൊക്കെ വാസ്തവത്തിൽ വാച്യാർത്ഥത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, വ്യംഗ്യമായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ വാച്യാർത്ഥം മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ വ്യംഗ്യാർത്ഥം മനസ്സിലായോ എന്ന തരത്തില് അത്രയും വാച്യാർത്ഥത്തിനൊപ്പത്തിനൊപ്പം തന്നെ അത് പ്രകാശിക്കും. വാസ്തവത്തില് വാച്യാർത്ഥം മനസ്സിലായിട്ട്, വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ വിഭവാദികളാണ്, അവയിലൂടെ മാത്രമേ വ്യംഗ്യമായിട്ട് മാത്രമേ രസാദികൾ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് പൊടുന്നനെ സംഭവിക്കുന്നത് കൊണ്ട് വാച്യാർത്ഥത്തിനോടൊപ്പം തന്നെ ആണോ എന്ന് തോന്നുമാറാണ് രസാദികൾ നമുക്ക് അനുഭവമാകുന്നത്. വാച്യേനതു അസ്യ സഹ ഇവ പ്രതീതി, സഹ ഏവ പ്രതീതി എന്നല്ല, ശ്രദ്ധിക്കണം, വാച്യാർത്ഥത്തിനോടൊപ്പം എന്ന പോലെയാണ് രസാദികളുടെ അനുഭവം. പ്രതീതി അഗ്രേ ദർശയിഷ്യതേ, അത് പിന്നീട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോ രസാദി എന്ന് പറഞ്ഞല്ലോ, രസാദികളെല്ലാം മൂന്നാമത്തെ വ്യംഗ്യമായ അർത്ഥം രസാദി, അവയെല്ലാം ഒരിക്കലും വാച്യമായി പറയാൻ പറ്റില്ല. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അടുത്ത് തന്നെ ആനന്ദവർദ്ധനം പറയും, സ്വപ്നേപി സ്വശബ്ദവാച്യത്വമില്ല. സ്വപ്നത്തിൽ പോലും നമുക്ക് ശൃംഗാരാദി രസപ്രതീതി, ശൃംഗാരാദി വാക്കുകളെ കൊണ്ട്, ശൃംഗാരം മുതലായ വാക്കുകളെ കൊണ്ട് നേരിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ശൃംഗാരാദി രസങ്ങൾ വാച്യമായിട്ട് ഒരിക്കലും വരില്ല, വ്യംഗ്യമായിട്ട് ഉള്ളൂ. അതുകൊണ്ട് വാച്യാർത്ഥത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ശൃംഗാരസം എന്ന വ്യംഗ്യാർത്ഥം. ഇത് പറയുമ്പോൾ രസാദി എന്ന് പറയുമ്പോൾ രസം മാത്രമല്ലല്ലോ, പലതുണ്ടല്ലോ. അതിൽ ഒരു ഉദാഹരണം ഇവിടെ അഭിനവഗുപ്തൻ കാണിച്ച ഒരു ഉദാഹരണം മാത്രം ഞാൻ ഇവിടെ കാണിക്കാം. എന്താണ്? ഭാവപ്രശമം ഒന്നുണ്ട്. അതായത് ഇപ്പോ ശൃംഗാരം എന്ന രസം രതി എന്ന ഭാവത്തിന്റെ ഹൃദ്യമായ ആസ്വാദ്യമായിട്ടുള്ള അനുഭവമാണല്ലോ. അപ്പൊ അത് രതി എന്ന ഭാവം ആസ്വാദ്യതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശൃംഗാര രസാവും, എത്തിയില്ലെങ്കിൽ രതി എന്ന ഭാവം മാത്രമായി നിൽക്കും. രതി എന്ന ഭാവം ആയാൽ പോലും അത് വളരെ രസകരമായ അനുഭവമാണ്. ആ ഭാവത്തെ വർണ്ണിക്കുന്നതും ഭാവത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതും. ആ ഭാവം എന്ന് പറയുമ്പോൾ വെറും ഒരു ഭാവം മാത്രമല്ല, അതിന് പല ഷെയ്ഡുകളുണ്ട്. രതി എന്ന ഭാവം ആദ്യമായിട്ട് ഉണരുന്നത്, ഭാവത്തിന്റെ ഉദയം, നമ്മൾ ലോകത്തിലൊക്കെ നമ്മൾ അറിയുന്ന കാര്യമാണ്, നമ്മൾ അങ്ങനെ ക്ലീനായിട്ട് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രതി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല രസകരമാണ്, ഭാവ ഉദയം. അതുപോലെ ഭാവം ശരിക്ക് തെളിയാതെ നിൽക്കുന്ന ഒരവസ്ഥയും പിന്നെ പതുക്കെ പതുക്കെ തെളിഞ്ഞു തുടങ്ങുന്ന അവസ്ഥയും. തെളിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു ഭാവങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം വരുമ്പോൾ പല ഭാവങ്ങളും മിശ്രിതമായിട്ടുള്ള അവസ്ഥ, പിന്നെ ആ ഭാവം നന്നായിട്ട് തെളിഞ്ഞു വരുന്ന അവസ്ഥ, ദീപ്തമായിരിക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് ആ ഭാവം വേറെ ഭാവങ്ങളുടെ ഒരു ശക്തി കൊണ്ട് ആ ഭാവം പതുക്കെ അസ്തമിക്കുന്ന, മങ്ങുന്ന അവസ്ഥ, എന്നിട്ട് അവസാനം അത് ഒടുങ്ങിപ്പോകുന്ന അവസ്ഥ. അങ്ങനെ പല അവസ്ഥകളിൽ രതിയെ വർണ്ണിക്കും. അങ്ങനെയാണ് ഒരുപാട് ശൃംഗാരരസം ഒരാൾ ഒരു കവി വർണ്ണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും പറയാൻ ഉണ്ടാവില്ലല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ പല ഷെയ്ഡുകളുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഭാവോദയം എന്നും ഭാവസന്ധി എന്നും ഭാവശബളിമ എന്നൊക്കെ പറയുന്നത്. പലതരം ഭാവങ്ങളുടെ ചേരുവയിൽ, മിശ്രണത്തിൽ അതിന് വല്ലാത്തൊരു അഴകുണ്ടാവും. ഇങ്ങനെ പല സ്റ്റേജുകളുണ്ട്. അതിൽ ഒരു സ്റ്റേജാണ് ഭാവപ്രശമം എന്നുള്ള സ്റ്റേജാണ് ഈ പദ്യത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്തിനാത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ രതി എന്ന ഭാവം, രതി എന്ന വാക്കില്ലേ ഇല്ല. പക്ഷെ മനോഹരമായിട്ടുള്ള പരസ്പരം, ദമ്പതികളുടെ പരസ്പരമുള്ള സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരു വർണ്ണനയാണത്. അതുണ്ട്. അതിവിടെ മാനം എന്നുള്ള ഒരു ഭാവം, രതിയുടെ തന്നെ മാനം എന്ന ഒരു ഷെയ്ഡ്, അതിൻ്റെ പ്രശമമാണ്, അത് ഒടുങ്ങുന്നതാണ് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രണയകലഹത്തിലുള്ള ഒരഭിമാനം എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദേഷ്യം, പ്രണയകലഹത്തിലുള്ള ദേഷ്യം. ആ ദേഷ്യം പതുക്കെ ഇല്ലാതാവുന്ന ഒരവസ്ഥ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ രതിയെന്നോ മാനെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മാനം എന്നുള്ള വാക്കുണ്ടെങ്കിൽ തന്നെ, മാനം എന്നുള്ള വാക്കുണ്ട്, പക്ഷെ മാനത്തിന്റെ വർണ്ണന ഗംഭീരമാണ്. നോക്കൂ, ഏകസ്മിൻ ശയനേ പരാങ്മുഖതയാ ഗീതോത്തരം താമ്യതോഃ അന്യോന്യസ്യ ഹൃദി സ്ഥിതേപി അനുനയേ സംരക്ഷതോർ ഗൗരവം ദമ്പത്യോ ശനകൈഃ അപാംഗവലനാവിശ്രീഭവചക്ഷുഷോഃ ഭഗ്നോ മാനകലിഃ സഹാസ രഭസ വ്യാവൃത്ത കണ്ഠഗ്രഹം. ഏകസ്മിൻ ശയനേ പരാങ്മുഖതയാ വീതോത്തരം താമ്യതോഃ അന്യോന്യസ്യ ഹൃദി സ്ഥിതേപ്യനുനയേ സംരക്ഷതോർ ഗൗരവം ദമ്പത്യോഃ ശനകൈഃ അപാംഗവലനാമിശ്രീഭവചക്ഷുഷോഃ അപാംഗവലനാമിശ്രീഭവചക്ഷുഷോഃ ഭഗ്നോ മാനകലിഃ സഹാസ രഭസ വ്യാവൃത്ത കണ്ഠഗ്രഹം. ഞാൻ പറയുന്നതിനേക്കാളും ഇതൊന്ന് വായിക്കാന്ന് വിചാരിച്ചു. ദാമോദരന്റെ പരപ്രേരണയ്ക്ക് വഴങ്ങി ദമ്പതികൾ ഒരു മെത്തയിൽ എത്തിയിട്ടും പരസ്പരം ഒന്നും ഉരിയാടാതെ പുറംതിരിഞ്ഞു കിടക്കുകയാണ്. പരാങ്മുഖതയാ സാമ്യതോഃ. ഏകസ്മിൻ ശയന, ഒരേ കിടക്കയിൽ തന്നെ രണ്ടുപേരും, അതായത് രണ്ടുപേർക്കും പരസ്പരം പ്രണയകലഹമാണ്, ഇഷ്ടം കൊണ്ടുള്ള ദേഷ്യമാണ്, വല്ലാത്ത ദേഷ്യമുണ്ട്. പക്ഷെ ഈ ദേഷ്യം ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ദേഷ്യം വരിക. രണ്ടുപേരും ഒരേ ഇതിൽ വന്ന് കിടക്കുകയാണ്, രണ്ടുപേരും പുറംതന്നെ കിടക്കുകയാണ്. ആശാപാരവശ്യത്തിൽ രണ്ടുപേരും അവശരായി തീർന്നിരിക്കുന്നു. താമ്യതോഃ, താമ്യത്തുകളാണ് ഇവർ രണ്ടുപേരും. താമ്യം എന്ന് പറഞ്ഞാൽ തളർന്നവര്. എന്താ ഇവർക്ക് തളർച്ചയ്ക്ക് കാരണം? ഒരുപാട് പണിയെടുത്തിട്ടുണ്ടോ? പകൽ മുഴുവൻ പണിയെടുത്താണോ? അതൊന്നുമല്ല. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടത്തിന്റെ ഒരു വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. പക്ഷെ ദേഷ്യവും ഈഗോ ഉണ്ട്, അഭിമാനം. അപ്പൊ അത് കളയാനും വയ്യ, പക്ഷെ ഇഷ്ടം ഉണ്ട് താനും. അപ്പൊ ആശാപാരവശ്യം, അതാണ് ആശാപാരവശ്യം കൊണ്ട് അവശരായി തീർന്നിരിക്കുന്നു. അവശരം എന്ന് വെച്ചാൽ നമ്മളുടെ കൺട്രോളിൽ ഇല്ലാതായി തീരുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ നമ്മളുടെ കൺട്രോളിൽ ഇല്ലാതായി തീരുക എന്നുള്ളതാണ്. അതാണ് അവശരാവുക എന്ന് പറഞ്ഞാൽ. അന്യോന്യസ്യ ഹൃദിസ്ഥിതേപ്യനുനയേ സംരക്ഷതോർ ഗൗരവം. രണ്ടുപേരുടെ ഹൃദയത്തില്, ഉള്ളിന്റെ ഉള്ളില് ഈ ഒരു കണക്കൊക്കെ മാറ്റി ഇഷ്ടം കൂടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഗൗരവം കളയാൻ ഒരിക്കലും കൂട്ടാക്കൊന്നുമില്ല. അതാണ് പറയുന്നത്, രണ്ടുപേർക്കും അനുനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും രണ്ടാളും അഭിമാനം കൈവിടിയൊന്നുമില്ല. ഇങ്ങനെ ഉള്ള ദമ്പത്യോ, അങ്ങനെ ഭാര്യയും ഭർത്താവും. പിന്നെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രമേണ കടക്കണ്ണുകൾ ഒളിഞ്ഞിളകി തമ്മിലിടഞ്ഞ് പെട്ടെന്ന് അവരുടെ മാനകലഹം പൊട്ടിച്ചിരിയിൽ തുരുതുരാ തുടർന്ന ഗാഠാലിംഗനം കൊണ്ട് തകർന്നുപോയി. ശനകൈഹി, പതുക്കെ ആദ്യമൊക്കെ ഒന്നും നോക്കാൻ തന്നെ കൂട്ടാക്കിയില്ല. പിന്നെ പതുക്കെ തിരിഞ്ഞു നോക്കി, പതുക്കെ നേരിട്ടല്ല, കണ്ണിന്റെ ഒരു ഓരം കൊണ്ട് പതുക്കെ നോക്കുന്നില്ല എന്ന മട്ടില് ഇയാൾ നോക്കി, അയാൾ നോക്കി. അങ്ങനെ രണ്ടുപേരും നോക്കിയപ്പോൾ രണ്ടുപേരുടെ നോട്ടവും ആ ഇഷ്ടത്തോടു കൂടിയിട്ടുള്ള ഈ പണക്ക് അവസാനിപ്പിക്കണമെന്ന് രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരാണ് ആദ്യം എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരുടെയും കടക്കൻ നോട്ടം ഒന്നിച്ച് മിശ്രീഭവ ചക്ഷുഷോഹ, രണ്ടുപേരുടെയും നോട്ടം ഒന്നിച്ച് ഉടക്കിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മാനകലി അത് ഭഗ്നമായി എന്നാണ്. എങ്ങനെയാ അത് മനസ്സിലായത്? സഹാസ രഭസ വ്യാവൃത്ത കണ്ഠഗ്രഹം. പൊട്ടിച്ചിരിച്ച് രണ്ടുപേരും ശരിക്ക് ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു എന്നാണ്. കണ്ഠഗ്രഹം എന്ന് വെച്ചാൽ കഴുത്തിൽ പിടിച്ചെന്ന കഴുത്തിൽ പൊളക്കി പിടിക്കുകയല്ല, കൊല്ലം വേണ്ടി പിടിക്കലല്ല, കെട്ടിപ്പിടിച്ച് ഗാഠമായ ആലിംഗനം ചെയ്തു. ഇവിടെ
ഈർഷ്യാരോഷം എന്ന മാനം എന്ന ഭാവം, ഈർഷ്യ കൊണ്ടുള്ള രോഷം, അതിൻ്റെ പേര് മാനം. ആ മാനത്തിന്റെ പ്രശമം നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ പറയാണ്, ഇത് ഇവിടെ എങ്ങനെയാണ് ഈ വർണ്ണന എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിനവ ലോചനത്തിൽ പറയാണ്. ഇവിടുത്തെ അനുഭവം ലക്ഷണ കൊണ്ടോ അല്ലെങ്കിൽ പുത്രസേജാത ധനന്തേ ദാസ്യാമി പറയുന്ന വാക്കുകൾ കിട്ടുന്ന ഉള്ള ഒരു സന്തോഷത്തിന്റെ അനുഭവം അതുപോലെയൊന്നും അല്ല. ഇത് വല്ലാത്തൊരു അനുഭവമാണ്. ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നചായം രസാദിഹി അർത്ഥഃ പുത്രസ്തേജാതഃ ഇത്യതഃ യഥാ ഹർഷോ ജായത്തെ തഥാ നാപി ലക്ഷണയ അപിതു. ഇവിടെയുള്ള എങ്ങനെയാണ്? സഹൃദയസ്യ ഹൃദയ സംവാദ ബലാത് വിഭാവാനുഭാവ പ്രതീതൗ തന്മയീഭാവേന ആസ്വാദ്യമാന ഏവ. ഇവിടെ മാനം എന്നുള്ള വാക്കുകൊണ്ടല്ല, മാനം എന്ന ഭാവത്തിന്റെ പ്രശ്നവും മാനകലിഹി ഭഗ്നഹ എന്നുള്ള വാക്കുകൊണ്ടല്ല നമുക്ക് മാനഭംഗം. മാനഭംഗം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ, നമ്മളുടെ മലയാളത്തിൽ പറയുന്ന മാനഭംഗം അല്ല. മാനം എന്നുള്ള പ്രണയകലഹത്തിന്റെ ഭംഗം എന്ന് വെച്ചാൽ നാശം, അത് ഒടുങ്ങല്, അതിന്റെ ആ ഭാവം ഒടുങ്ങിയത് എങ്ങനെ എത്ര മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്, അതാണ് മാനഭംഗം ആണത്. അത് മാനഭംഗം ഭഗ്നോ മാനകലിഹി എന്നുള്ള വാക്കുകൊണ്ടല്ല നമുക്കത് അനുഭവവേദ്യമാവുന്നത്. അതുവരെയുള്ള അവരുടെ ഒരു അവസ്ഥ, അപ്പോഴുള്ള അവസ്ഥ, വിഭാവങ്ങൾ, അനുഭാവങ്ങൾ അതെല്ലാം മനസ്സിലായപ്പോൾ അതിൽ നമ്മൾ തന്മയീഭവിച്ചപ്പോൾ, അത് ആസ്വാദയോഗ്യമായപ്പോൾ, ആസ്വാദ്യമാനഃ ഏവ രസ്യമാനതൈക പ്രാണഃ സിദ്ധസ്വഭാവ സുഖാദി വിലക്ഷണഃ പരിസ്ഫുരതി. ഇങ്ങനെയാണ് ഇത്. ഒരിക്കലും രസാദികൾ സ്വശബ്ദവാച്യമല്ല എന്ന് കാണിച്ചു തരുന്നത്. ഇനി ഇതുപോലെ ഒരുപാട് പദ്യങ്ങൾ ഇവിടെ ലോചനകാരൻ അഭിനവഗുപ്തൻ ഉദ്ധരിക്കുന്നുണ്ട്, ഭാവങ്ങളുടെ പല ഷെയ്ഡുകളും കാണിക്കാൻ. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, തൽക്കാലം ഈ ഭാഗം നമ്മൾ വിടാം. അവിടെ വേറൊരു പദ്യം വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്ന ഒരു വരി മാത്രം നിങ്ങളെ കാണിച്ചു തരാം. എന്താണ് രസം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയ നല്ല രസമുള്ള ഭാഗങ്ങളാണ്. വെറുതെ ഒന്ന് ഞാൻ ആ പങ്ക്തി മാത്രം വായിക്കാം. ഒരു പദ്യം, യദ്വിശ്രമ്യ വിലോകിതേഷു ബഹുശ, ഭട്ടേന്ദുരാജന്റെ പദ്യമാണ്. അഭിനവഗുപ്തന്റെ മാഷായിട്ടുള്ള ഭട്ടേന്ദുരാജന്റെ പദ്യം. ഇതിന്റെ മലയാളമൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ചാത്തനാഥ് അച്ഛൻ്റെ മാഷിന്റെ മലയാളം പുസ്തകമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അന്വേഷിച്ച് നോക്കൂ, തേടിപ്പിടിച്ച് കണ്ടെത്തൂ. അതുപോലെ ആലോചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ ലോചനകാരന്റെ ഒരു വരിയുണ്ട്, ഇത്യത്ര അനുഭാവ വിഭാവ അവബോധനോത്തരമേവ തന്മയീഭവനയുക്ത്യ തദ്വിഭാവാനുഭാവോചിത ചിത്തവൃത്തി വാസനാനുരഞ്ജിത സ്വസംവിധാനന്ദ ചർവണാഗോചര അർത്ഥ രസാത്മാ. രസം രസം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, എന്താണ് അതിന്റെ സ്വരൂപം ചോദിച്ചാൽ അതിന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അഭിനവഗുപ്തൻ അഭിനവഭാരതിയിലായാലും ധന്യാലോക ലോചനത്തിലായാലും ഒരു സ്ഥലമാണത്. എന്താണ് രസം ചോദിച്ചാൽ അതിന് പറയുന്നുണ്ട്. ഞാൻ അതിനിപ്പോ വിസ്തരിക്കുന്നില്ല, നിങ്ങളത് കണ്ടുവെക്കുക. പിന്നീട് നിങ്ങൾ പടിപടിയായിട്ട് കൂടുതൽ വായിച്ച് കൂടുതൽ മനസ്സിലാക്കി വരുമ്പോൾ നല്ല രസകരമായ ഒരു വർണ്ണനമായിട്ട് ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് മനസ്സിലാവും. അനുഭാവ വിഭാവ അവബോധനോത്തരമേവ തന്മയീഭവനയുക്തിയ തദ് വിഭാവാനുഭാവോചിത ചിത്തവൃത്തി വാസന അനുരഞ്ജിത സ്വസംവിധാനന്ദ ചർവണ ഗോചര അർത്ഥ രസാത്മാ സ്ഫുരത്യേവ. ഇതാണ് രസം എന്ന് പറയുന്നത്. ഒരുപാട് പദ്യങ്ങൾ ലോചനകാരൻ കോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പതുക്കെ അടുത്ത കാരികയിലേക്ക് നീങ്ങാണ്. അപ്പൊ എന്താ പറഞ്ഞു വെച്ചത്? ഇപ്പോ പ്രതീയമാനം പുനരന്യദേവ വസ്തുസ്തിവാണേഷു മഹാകവീനാം എത്തത് പ്രസിദ്ധാവയവാതിരിക്തം വിഭാതി ലാവണ്യവിവാംഗനാസു. പ്രതീയമാനം എന്നുള്ള വസ്തു അല്ലെങ്കിൽ വ്യംഗ്യം എന്ന അർത്ഥം അന്യത് ഏവ വാച്യാത് അന്യദേവ വസ്തു, വാച്യാർത്ഥത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എന്ന് പറയാൻ പ്രതീയമാനം 3 തരത്തിൽ വരാം.
വസ്തുമാത്രമായിട്ട് വരാം, അലങ്കാരമായിട്ട് വരാം, രസാദിയായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രസാദികൾ എങ്ങനെയാണ് വ്യംഗ്യാർത്ഥം, അലങ്കാരം, വ്യംഗ്യം എങ്ങനെയാണ് വാച്യത്തിൽ നിന്നും വളരെ വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് രണ്ടാം ദ്യോത്തിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രസാദിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. രസാദികൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വാച്യമല്ല, വ്യംഗ്യമാണ്, വാച്യത്തിൽ നിന്നും വളരെ അകന്നു നിൽക്കുന്നു, വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തവയാണ് രസാദിയുടെ അനുഭവം. വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതാണ് രസാദിയുടെ അനുഭവം. വാക്കുകൾ കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നേരിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് സാക്ഷാത് ശബ്ദ നിവേദിതത്വം ന എന്ന് പറയുന്നത്. സ്വശബ്ദ നിവേദിതത്വം നാസ്തി എന്നൊക്കെ പറയുമ്പോൾ വാക്ക് നേരിട്ട് വാച്യമായിട്ടല്ല രസാദിയെ നമുക്ക് മനസ്സിലാക്കി തരിക. വാക്കുകൾ വിഭാവാനുഭവ വ്യഭിചാരികളെയൊക്കെ വർണ്ണിക്കും. ആ വിഭാവാനുഭവ വ്യഭിചാരികൾ എന്ന വാച്യാർത്ഥമാണ് നമുക്ക് രസാദികളെ അനുഭവിപ്പിച്ചു തരിക. അപ്പൊ വാക്ക് നേരിട്ട് രസാദിയെ പറയാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് എന്താ മൊത്തത്തിൽ കിട്ടിയത് എന്താ, കാവ്യത്തില് അർത്ഥമാണ് നല്ല വായനക്കാർ ശ്രദ്ധിക്കുക, അല്ലാതെ ശബ്ദമല്ല. എന്നുവെച്ചാൽ രൂപഭദ്രതയിലല്ല ശ്രദ്ധിക്കുക, ഭാവപരതയിലാണ് നല്ല വായനക്കാരൻ ശ്രദ്ധിക്കുക. ആ അർത്ഥം എന്നതിൽ തന്നെ രണ്ടടരുകളുണ്ട്. ഒന്ന് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ നിന്ന് കിട്ടുന്ന അർത്ഥം, മറ്റൊന്ന് അങ്ങനെ അല്ലാത്ത ഒരു അർത്ഥമുണ്ട്, അത് പറയാറില്ല, അത് അറിയാറേ ഉള്ളൂ. വാക്കുകൾ കൊണ്ട് പറയപ്പെടുന്ന അർത്ഥമല്ലാതെ അറിയപ്പെടുന്ന അർത്ഥമാണ്. അതറിയാൻ സഹൃദയന്റെ പ്രതിഭ അത്യാവശ്യമാണ്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ അർത്ഥം വാച്യാർത്ഥത്തിൽ നിന്നും വളരെ അകന്നു നിൽക്കുന്ന ഒരു പ്രതീയമാനം എന്നൊരു അർത്ഥമുണ്ട്. അത് മഹാകവികളുടെ വാക്കുകളിൽ ധാരാളമായിട്ട് കാണുന്നു. മഹാകവികളുടെ വാക്കുകളിൽ ചാരുത്വസ്ഥാനങ്ങളായിരിക്കുന്ന അലങ്കാരങ്ങൾ, ഗുണങ്ങൾ ഇവയിൽ നിന്നെല്ലാം വേറിട്ട്, ഇതൊന്നും അല്ല, ഇതിനെല്ലാം അപ്പുറം, ഇതിനെല്ലാം മിഴിവ് കൊടുക്കുന്ന, ഇതിനെല്ലാം ജീവന് കൊടുക്കുന്ന, ഇതിനെല്ലാം ഉന്മേഷത്താക്കുന്ന ഒന്നാണ് ആ പ്രതീയമാനം എന്ന അർത്ഥം. വിഭാതി ലാവണ്യമിവ അമിതമനസോ എന്ന് പറഞ്ഞു വെച്ചല്ലോ. അപ്പൊ പറഞ്ഞു വെച്ചാൽ എന്താണ്, വാച്യാർത്ഥത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. വസ്തുമാത്രമായാലും ശരി, അലങ്കാരങ്ങളായാലും ശരി, രസങ്ങളായാലും ശരി എന്നാണ് പറഞ്ഞു വെച്ചത്. ഇപ്പൊ പറയാൻ പോകുന്നത് ആ അർത്ഥമാണ് വാസ്തവത്തില്, ആ അർത്ഥമാണ് വാസ്തവത്തില് ഇതൊക്കെ ജീവൻ കൊടുക്കുന്നത്, കവിതയെ കവിതയാക്കുന്നത്, കാവ്യത്തെ കാവ്യമാക്കുന്നത് ആ അർത്ഥമാണ് ആണ് പറയാൻ. നോക്കൂ, ഇതാണ് പദ്യം. കാവ്യസ്യാത്മാ സയേവാർത്ഥഃ തഥാച ആദികവേഃ പുരാ ക്രൗഞ്ച ദ്വന്ദ്വ വിയോഗോത്ഥഃ ശോകഃ ശ്ലോകത്വമാഗതഃ. അതിന് ലോചനകാരന്റെ ഭൂമിക നോക്കൂ. ഏവം പ്രതീയമാനം പുനരന്യദേവ ഇത് ഈയതാ, ഈയതാ എന്ന് പറഞ്ഞാൽ ഇത്രയും കൊണ്ട്, ഈയത്ത് ഇത്ര, ഈയതാ ഇത്രയും കൊണ്ട് ധ്വനിസ്വരൂപം വ്യാഖ്യാതം. ധ്വനിയുടെ സ്വരൂപം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രതീയമാനാർത്ഥത്തിന്റെ ഒരു സ്വരൂപം എന്താണെന്ന് പറഞ്ഞു വെച്ചു. അധുന കാവ്യാത്മത്വം ഇതിഹാസ വ്യാജേന ച ദർശയതി. അത് ആ പ്രതീയമാനാർത്ഥം എന്താണെന്ന് കാണിച്ചു തന്നല്ലോ. വാച്യാർത്ഥത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നോ, വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്നുള്ളത് എങ്ങനെയാ കാണിച്ചു തരുന്നത്? ഇതിഹാസ വ്യാജേന ച ദർശയതി. പഴങ്കഥയുടെ കാര്യം പറഞ്ഞിട്ട്, രാമായണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അത് നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് കാവ്യത്തിന്റെ ആത്മാവ്. അപ്പൊ സയേവാർത്ഥ എന്ന് പറഞ്ഞാൽ പ്രതീയമാനാർത്ഥം എന്നാണ് നമുക്ക് തോന്നുക. അതല്ല, പ്രതീയമാനാർത്ഥത്തില് രസധ്വനിയാണ്. മൂന്നാമത്തെ രസാദി ആയിരിക്കുന്ന വ്യംഗ്യാർത്ഥമാണ് കാവ്യത്തിന്റെ ആത്മാവ്. ഇതവിടെ യോജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. സയേവ അർത്ഥ എന്ന് പറഞ്ഞില്ലേ, ഇതി പ്രതീയമാന മാത്രേപി പ്രക്രാന്തേ. പ്രതീയമാന മാത്രം എന്ന് വെച്ചാൽ മൂന്ന് തരം, എല്ലാ തരത്തിലുള്ള പ്രതീയമാനാർത്ഥമാണ് ഉദ്ദേശിച്ചതെങ്കിലും തൃതീയ ഏവ രസാധ്വനി. ഇവിടെ ഉദ്ദേശിച്ചത് ഇങ്ങനെ നമുക്ക് കേട്ടാൽ, അതായത് ഇതിന് മുമ്പ് പറഞ്ഞത് മൂന്ന് തരം വ്യംഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രതീയമാനാർത്ഥം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ സയേവ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ആ വ്യംഗ്യാർത്ഥമാണ് എന്നാണ് ഇതിനു മുമ്പ് പറഞ്ഞത് എന്നത് കൊണ്ട് അങ്ങനെയാണ് തോന്നുക. എങ്കിലും തൃതീയ ഏവ രസധ്വനി ഇത് നമുക്കറിയാം. മൂന്നാമതായിട്ടുള്ള രസധ്വനിയാണ്, ധ്വനി മാത്രമാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ന് മനസ്സിലാക്കണം, കരുതണം. എന്തുകൊണ്ട്? ഇതിഹാസ ബലാ,
ഇവിടെ ഒരു ഇതിഹാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ്? ആദി കവേ പുര ക്രൗഞ്ചദ്വന്ദ്വവിയോഗോത്ഥ ശോകശ്ലോകത്വനാഗത എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് കവിതയുടെ ആത്മാവ്? തേന രസഃ ഏവ വസ്തുതഃ ആത്മാ. കാവ്യത്തിന്റെ ആത്മാവ് ഏതാണ്? രസമാണ്. അപ്പൊ വസ്തുധ്വനി അലങ്കാരധ്വനിയുമോ? വസ്തുധ്വനി അലങ്കാരധ്വനിയൊക്കെ വാസ്തവത്തിൽ അവ ആലോചിച്ച് വന്നാൽ അവ അവസാനം നമ്മെ കൊണ്ടെത്തിക്കുക വസ്തുധ്വനിയിലാണ്. വസ്തുഅലങ്കാരധ്വനീതു സർവഥാ എല്ലാ തരത്തിലും രസം പ്രതി പര്യവസ്യേതേ. പര്യവസാനിക്കുന്നത് രസത്തിലാണ്. വാച്യാദുത്കൃഷ്ടൗതൗ ഇത്യഭിപ്രായേണ ധ്വനികാവ്യാത്മാതി ആവട്ടെ. ഇപ്പൊ ഇവിടെ എന്താ കാരികയിൽ പറഞ്ഞത്? ക്രൗഞ്ച ദ്വന്ദ്വ വിയോഗോത്ഥ ശോകഃ ശ്ലോകത്വമാഗതഃ. ശോകമാണ് കവിതയായി മാറിയത്. വാൽമീകിയുടെ ശോകമല്ല, ശോകമാണ്. ക്രൗഞ്ചദ്വന്ദ്വങ്ങളുടെ വിയോഗം കൊണ്ടുണ്ടായ ശോകമാണ് മഹാകവി ആദികവിക്ക് രാമായണം ഉണ്ടാവാൻ കാരണമായത്. ശോകഃ ഇതി ക്രൗഞ്ചസ്യ ദ്വന്ദ്വവിയോഗേന സഹചരീഹനനോദ്ഭൂതേന സാഹചര്യധ്വസനേന ഉത്ഥിതഃ യഃ ശോകഃ സ്ഥായിഭാവഃ നിരപേക്ഷഭാവത്വാത് വിപ്രലംഭശൃംഗാരോചിതരുചിസ്ഥായിഭാവാതന്നേവ സയേവ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ, മുമ്പ് പറഞ്ഞ പോലെ, കണ്ടാലും മുഴുവൻ പറയണം തോന്നുന്നു എനിക്ക്. പക്ഷെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. രസസ്വരൂപത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും പറ്റുമെങ്കിലും ഒന്ന് വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നത് നന്നായിരിക്കുന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വായിക്കാം ആ ഭാഗം മാത്രം. സയേവ തഥാഭൂത വിഭാവ തദുത്ഥ ആക്രന്ദാദി അനുഭാവ ചർവണയാ ഹൃദയ സംവാദ തന്മയീഭവനക്രമാത് ആ സ്വാദ്യമാനതാം പ്രതിപന്നഃ ആര്? ശോകഃ. കരുണരസരൂപതാം ലൗകിക ശോക വ്യതിരിക്താം സ്വചിത്തദ്രുതി സമാസ്വാദ്യ സാരാം പ്രതിപന്നഃ രസ പരിപൂർണ കുംഭോച്ചലനവത് ചിത്തവൃത്തി നിഷ്യന്ത സ്വഭാവ വാഗ്വിലാപാദിവച്ച സമയാനപേക്ഷത്വേപി ചിത്തവൃത്തിവ്യഞ്ജകത്വാത് ഇതി നയേന അകൃതകതയാ ഏവ ആവേശവശാത് സമുചിത ശബ്ദ ഛന്ദോ വൃത്താദി നിയന്ത്രിത ശ്ലോകരൂപതാം പ്രാപ്തഃ. ശോകഃ യഃ ശോകഃ ശ്ലോകരൂപതാം പ്രാപ്തഃ. ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്യം. അതായത് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ശോകം എങ്ങനെയാണ്, എന്തൊരു രാസപ്രക്രിയ നടന്നിട്ടാണ് പദ്യമായി കവിതയായി മാറിയത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് കാണിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രമേ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നുള്ളൂ. മുഴുവൻ പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തു പോകും. വാസ്തവത്തില് ആരുടെ ശോകമാണെന്ന് ചോദിക്കുമ്പോൾ അടുത്ത് തന്നെ പറയുന്നുണ്ട്, ലോകനകാരം പറയുന്നത് വാൽമീകിയുടെ ശോകമല്ല. കവേ നതു മനേഹ ശോകഃ ഇതി മന്തവ്യം എന്ന് പറയുന്നുണ്ട്. വാൽമീകിയുടെ ശോകമൊന്നല്ല രാമായണമായി മാറിയത്. പിന്നെയോ അത് ആരുടെ ശോകം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അനുഭവിച്ചത് വാൽമീകിയാണ്. അപ്പൊ ഇത് വലിയൊരു ചർച്ചയാണ്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. കഥാപാത്രത്തിന്റെ ശോകമാണോ, അല്ല കവി അനുഭവിച്ച കരുണരസമാണോ നമ്മളെ അറിയിക്കുന്നത്, അല്ല നടൻ അഭിനയിച്ച കരുണരസമാണോ, നടൻ അനുഭവിച്ചിട്ടാണോ കരുണരസത്തെ അഭിനയിക്കുന്നത്, അതോ വായനക്കാരന്റെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഭട്ടനായകനും അഭിനവഗുപ്തനും ഇപ്പൊ അടുത്ത് തന്നെ പറയുന്ന ഒരു വരിയുണ്ട്. അഭിനവഗുപ്തന്റെ വരികൾ ഉദ്ധരിച്ചിട്ട് ഭട്ടേന്ദുരാജന്റെയും വരികളൊക്കെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. കവിയുടെയും വായനക്കാരന്റെയും എല്ലാവരുടെയുമാണ് രസം, എല്ലാവരിലും ഉണ്ട് രസം എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരാളുടെ തലയിൽ ഫുള്ള് വെള്ളം നിറച്ച ഒരു പടം ഉണ്ടെന്ന് വിചാരിക്കുക.
വെള്ളം ഫുള്ളുണ്ടെങ്കിൽ നടക്കുമ്പോൾ ആ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി ആ കുടത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകും. ഇതുപോലെ കവി രസം ആസ്വദിച്ച് അനുഭവിച്ച് മുഴുവനായി അയാളുടെ ഹൃദയത്തിൽ നിന്നും അയാളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല, മുഴുവൻ അയാൾ തന്നെ രസകുംഭമായി മാറിയിരിക്കുകയാണ്. അത് നിറഞ്ഞ് അതിൽ നിന്ന് നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന രസം, അത് അയാൾ തന്നെ അറിയാതെ നിറഞ്ഞു തുളുമ്പി ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുമ്പോൾ അയാൾ സ്വദേശിയമായിട്ടല്ല ചെയ്യുന്നത്. അതാണ് അകൃതകതയായേവ. എന്താണ് അകൃതകതയായേവ? ഈ ഇയാൾ അനുഭവിച്ച ശോകം, നിറഞ്ഞ ശോകം, അതിപ്പോ കരുണരസമായി മാറിയിരിക്കുകയാണ്. അത് നിറഞ്ഞു തുളുമ്പി ഒഴുകുന്നത് എങ്ങനെയാണ്? കരുണരസമായിട്ടല്ല, വാക്കായിട്ടാണ്. അത് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ചെറിയ തരത്തിൽ ദേഷ്യം വന്നാലോ ചെറിയ തരത്തിൽ ഇഷ്ടം വന്നാലോ ഒക്കെ നമ്മൾ അത് വാക്കുകൊണ്ടൊക്കെ പറയിക്കും, ബോഡി ലാംഗ്വേജ് കൊണ്ടോ വാക്കുകൊണ്ടൊക്കെ അറിയിക്കും. പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര തരത്തിൽ തീവ്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവം, അത് ശോകമായാലും ശരി, രതിയായാലും ശരി, എന്തായാലും ശരി, വന്നു കഴിഞ്ഞാൽ ദേഷ്യത്തിലൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ ആലോചിച്ചിട്ട് അർത്ഥമുള്ള വാക്കുകളൊക്കെ ഉദ്ദേശിച്ച് പെറുക്കി എടുത്തിട്ടൊന്നുമല്ല. വാക്കുകൾ ഇങ്ങനെ പറക്കുകയാണ്, തീ പാറുന്നത് പോലെ വാക്കുകൾ നമ്മളുടെ ഇതിൽ നിന്നും, ഭാവത്തിൽ നിന്നും, ശരീരത്തിൽ നിന്നും, നാട്ടിൽ നിന്നും നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല, ബ്രെയിനിലൊന്നും പോയിട്ടുണ്ടാവില്ല. ഈ വാക്ക് ഇങ്ങനെ പറയണമെന്നൊന്നും ആലോചിക്കാതെ അത് പാറി പറക്കുകയാണ്. തീക്ഷ്ണമായിട്ടുള്ള വാക്കുകൾ, അത് വാക്കാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് സമയ അനപേക്ഷത്വേവി. ഇങ്ങനെ രസപരിപൂർണ്ണ കുംഭത്തിൽ നിന്നും നിറഞ്ഞ കവിഞ്ഞ് ഒഴുകുന്നത്, അവിടെ ചിലര് തീക്ഷ്ണമായിട്ടുള്ള അനുഭവത്തിൽ വളരെ അടുത്ത ആൾ മരിച്ച് ഇരിക്കുമ്പോൾ ചിലരൊക്കെ പുലമ്പി കരയും. അതൊക്കെ അർത്ഥമുള്ള വാക്കുകളാണോ? ആലോചിച്ചിട്ട് പറയുന്ന വാക്കുകളാണോ? ഒന്നുമല്ല. അത് അണപൊട്ടി ഒഴുകുന്ന ദുഃഖം, അതിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പൊ അവിടെ സങ്കേതവും ഭാഷയും ഗ്രാമറും ഒന്നുമില്ലല്ലോ. ഇതുപോലെ ഈ കവി അനുഭവിച്ച രസം സമയാനപേക്ഷമായിട്ട് സങ്കേതങ്ങളുടെയോ കോഡിന്റെയോ ഭാഷയുടെയോ വ്യാകരണത്തിന്റെയോ നിയമങ്ങളൊന്നും ഇല്ലാതെ, അതിനെയൊന്നും ആശ്രയിക്കാതെ, അതിൻ്റെ ഒന്നും മുഖം നോക്കാതെ പൊട്ടി ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ അത് അകൃതകമാണ്. അകൃതകം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ, നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമ്മളുടെ ഭാഷയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഭാഷയാണല്ലോ. ആലോചിച്ച് എങ്ങനെ പറയണമെന്നൊക്കെ ആലോചിച്ച്, അല്ലേ? അങ്ങനെ അല്ലാതെ സ്വാഭാവികമായിട്ട് അത് ഒഴുകുകയാണ്, അണപൊട്ടി ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുമ്പോ നല്ല വൃത്തിയുള്ള ഈണത്തിൽ പറയുന്ന വാക്കൊക്കെ ആയി മാറിയാലോ? അപ്പൊ അതാണ് സംഭവിച്ചത്. വാൽമീകി ഇതുവരെ അനുഷ്ടുപ്പ് പദ്യമൊന്നും കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം ഈ ശോകം വല്ലാതെ മനസ്സിലോ ഹൃദയത്തിലോ നിറഞ്ഞപ്പോ വാൽമീകി പോലും അറിയാതെയാണ് അനുഷ്ടുപ്പ് ഛന്ദസ്സില് അർത്ഥമുള്ള വാക്കായിട്ട് പുറത്തേക്ക് വന്നത്. വാൽമീകി ഇത് ആലോചിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് പിന്നീട് വീണ്ടും വാൽമീകി ആശ്രമത്തിൽ ചെന്നിട്ടും, അയ്യോ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞത്, എന്റെ വാക്കിൽ എന്താ ഇങ്ങനെ ഒരു ഈണത്തില് നല്ല രസത്തിൽ ചൊല്ലാവുന്ന വരികളാണല്ലോ. വീണ്ടും വാൽമീകിയും ചൊല്ലി നോക്കി. ശിഷ്യന്മാർക്ക് വേറെ ബോധിച്ചു, നന്നേ ബോധിച്ചു. അവരുടെ ചുണ്ടുകളിൽ ഇടയ്ക്കിടയ്ക്ക് അത് മൂളാൻ തുടങ്ങി ആ പദ്യം. അപ്പോഴാണ് അയ്യോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടല്ലല്ലോ ഇത് പുറത്തേക്ക് വന്നതെന്നാണ് വാൽമീകി ആലോചിക്കുന്നത്. അത് അങ്ങനെ വരുമ്പോൾ അതിനെയാണ് രസം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ആകൃതൊക്കെ ചെയ്യുക ആവേശവശാത്ത് സമുചിത, വേണ്ട തരത്തിലുള്ള ശബ്ദങ്ങൾ, സമുചിത ശബ്ദ, ഛന്ദസ്, വൃത്തം, എല്ലാ നിയമങ്ങളും ഒത്തുവന്നിരിക്കുക. ഇതൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല. അപ്പൊ ആലോചിക്കാതെ തന്നെ ഇങ്ങനെ വൃത്തങ്ങളൊക്കെ ഒത്തുവരുന്ന, രസത്തിൽ നിന്നും ഉണ്ടാകുന്ന, രസം അനുഭവിപ്പിക്കുന്ന, രസത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന, രസത്തിൽ നമ്മളെ ആറാടിക്കുന്ന ഒരു സാധനമാണ് രസം. അതാണ് ശ്ലോകം, അതാണ് പദ്യം. അപ്പൊ എവിടെ ശ്ലോകം, എവിടെ രസമായി മാറി, എവിടെ അത് കാവ്യമായി മാറി, എവിടെ ശ്ലോകമായിട്ട് മാറി എന്നൊക്കെ നോക്കണമെങ്കിൽ അത് ഈ വാക്കുകളിലൂടെ പറ്റില്ല. എന്നാലും അഭിനവഗുപ്തൻ ഒരുപാട് വാക്കുകളിലൂടെ അത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യസ്യാത്മാ സേവാർത്ഥം എന്നുള്ളതാണ് ധന്യാലോകത്തിന്റെ കാതലായിട്ടുള്ള ഒരു പദ്യം. ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അപ്പോ ഇത് വല്ലാത്തൊരു ഇതാണ്. അത് ഒരുപാട് തവണ ഒരുപാട് ആളുകൾ പറഞ്ഞതാണ്. എന്നാലും ഞാനും ഇപ്പോൾ പറഞ്ഞു കുറച്ചൊക്കെ ഉള്ളൂ. അപ്പൊ വാൽമീകി പറഞ്ഞ വാക്ക് അറിയാലോ നിങ്ങള്. വാൽമീകി അറിയാതെ വാൽമീകിയുടെ വായിൽ നിന്നും വന്ന
ആ പദ്യം മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധീഹി കാമമോഹിതം. നോക്കൂ, ഇതാ ഹൃദയദർപ്പണത്തിൽ നിന്ന് ഒരു വരി ഉദ്ധരിക്കുകയാണ് അഭിനവഗുപ്തൻ. ഭട്ടനായകനെ നല്ലപോലെ കളിയാക്കുകയും ഖണ്ഡിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ചില സമയത്ത് അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെ സ്വയം അനുസരിച്ച് അതേപോലെ പറയും. ഏതദേവ ഉക്തം ഹൃദയദർപ്പണേ. അതായത് കവി രസം അനുഭവിച്ചിട്ട് കവി രസപൂർണനായിട്ട് അയാൾ പുറത്തേക്ക് അയാളിൽ നിന്നും ആ രസം വാഗ്രൂപേണ പുറത്ത് ഒഴുകുന്നതാണ് കവിത എന്നാണ് പറയുന്നത്. യാവത് പൂർണ്ണോ നചൈതേന താവൻ നൈവ വമത്യമും. നിറഞ്ഞാലല്ലേ പുറത്തേക്ക് ഒഴുകാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഒഴുകണമെങ്കിൽ നിറയണമല്ലോ എന്നാണ്. യാവത് പൂർണ്ണോ നചൈതേന താവൻ നൈവ വമത്യമും. ഇത് ഭട്ടനായകന്റെ ഹൃദയദർപ്പണം, ധന്യലോകത്തിന്റെ വ്യാഖ്യാനമായിട്ടുള്ള ഹൃദയദർപ്പണത്തിലുള്ള വരികളാണ്. ഇനി അതുപോലെ ഇനി ഒന്നുകൂടി ഉണ്ട്. ഇവിടെ ആരുടെയാണ് രസം, ആരുടെയാണ് ഈ ശോകം, ആരാണ് ഇത് അനുഭവിക്കുന്നത്, ആരുടെ ചിത്തവൃത്തിയാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് അടുത്തതിലും വരും പറയാം. ശരി, അപ്പോ കാവ്യസ്യാത്മാസയേവാർത്ഥ തഥാച ആദികവേ പുര ക്രൗഞ്ചദ്വന്ദ്വവിയോഗോത്ഥ ശോകശ്ലോകത്വമാഗതഃ. ഇവിടെ വരുന്നുണ്ട്. നോക്കൂ, വൃത്തി, ധന്യലോകത്തിലെ വൃത്തിയാണ് ആ പദ്യത്തിന്റെ അർത്ഥം. ശോക, ശോകമാണ് ശ്ലോകമായത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ? രസാദിയാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ വാൽമീകിയുടെ ആ പക്ഷികളുടെ ഇണയെ കണ്ടതും അതിലൊന്നിനെ വേടം കൊന്നതും അപ്പോ ശോകം അണവട്ടി ഒഴുകിയതും അത് ശ്ലോകമായി മാറിയതൊക്കെ പറഞ്ഞല്ലോ. അത് പറഞ്ഞതും നിങ്ങൾ രസാദിയാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞത് തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, എന്താണ് ശോകം എന്ന് വെച്ചാൽ എന്താ? കരുണസ്ഥായി ഭാവ, കരുണരസത്തിന്റെ സ്ഥായിഭാവമാണ്. അതാണ് ശ്ലോകമായത്, പദ്യമായത്. എന്നുവെച്ചാൽ രസമാണ് രാമായണ കാവ്യമായത്. പ്രതീയമാനസ്യ അന്യഭേദ ദർശനേപി രസഭാവമുഖേന ഏവ ഉപലക്ഷണം പ്രാധാന്യാത്. പ്രതീയമാന അർത്ഥം വസ്തുമാത്രമായിട്ടുണ്ട്, അലങ്കാരമായിട്ടും ഉണ്ടെങ്കിലും അന്യഭേദ ദർശനേപി രസഭാവമുഖേന ഇവ ഉപലക്ഷണം പ്രാധാന്യാത്. അതെല്ലാം രസത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട്, രസമാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് രസധ്വനിയാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു. രസധ്വനിയും അലങ്കാരധ്വനിയൊക്കെ പറയാം, പക്ഷെ അതെല്ലാം അവസാനിക്കുന്ന എവിടെയാണ്? രസധ്വനിയിലാണ്. അതുകൊണ്ടാണ് രസമാണ് കാവ്യത്തിന്റെ ആത്മാവ്. അടുത്ത പദ്യം. സരസ്വതി സ്വാദു തദർത്ഥവസ്തു നിഷ്യന്തമാന മഹതാം കവീന അലോകസാമാന്യമഭിവ്യനക്തി പരിസ്ഫുരന്തം പ്രതിഭാവിശേഷം. നമ്മൾ കണ്ടതാണ്. എന്താ പറയുന്നത്? ഏവം ഇതിഹാസമുഖേന പ്രതീയമാനസ്യ കാവ്യാത്മതാം പ്രദർശ്യ സ്വസംവിത് സിദ്ധം അപി ഏതദിതി ദർശയതി എന്നാണ് ലോചനത്തിന്റെ ഭൂമിക. ഇവിടെ സരസ്വതി അതിന്റെ അർത്ഥമാണ് പറയുന്നത് വാഗ്രൂപ ഭഗവതി. വാക്ക് തന്നെ, കവിയുടെ വാക്ക് തന്നെ. അതിനെയാണ് ഇവിടെ സരസ്വതി സ്വാദു തദർത്ഥ വസ്തു എന്ന് പറയുന്നിടത്ത് സരസ്വതി വാഗ്ദേവി എന്ന് വെച്ചാൽ വാക്ക് തന്നെ. വാഗ്രൂപ ഭഗവതി. വസ്തുശബ്ദേന അർത്ഥപ്പെട്ടെ യഥാഹ ഭട്ടനായക. നോക്കൂ, ഭട്ടനായകന്റെ വരി ഇതാ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? വാഗ്ധേനുർ ദുഗ്ധ ഏതം ഹി രസം യത് ബാലതൃഷ്ണയാ തേന നാസ്യ സമഹ സഹ സ്യാത് ദുഹ്യത്തെ യോഗിഭിർഹിയ. അതായത് സരസ്വതി സ്വാദു തദർത്ഥ വസ്തു നിഷ്യന്തമാന എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം ചുരത്തുന്നവർ. ദിവ്യം ആനന്ദരസം സ്വയമേവ പ്രസ്നുവാന. പ്രസ്നുവാന ചുരത്തുന്നവൾ എന്നർത്ഥം. സാധാരണ പശുക്കുട്ടി ചുരത്തിയാലേ പാല് തരുള്ളൂ, സ്വയം ചുരത്തില്ല. ഈ വാഗ്ധേനു ആവട്ടെ സ്വയം ചുരത്തുകയാണ് കുട്ടിക്ക് വേണ്ടിയിട്ട്. ഏത് കുട്ടിക്ക് വേണ്ടിയിട്ട്? അതാണ് ഭട്ടനായകൻ പറയുന്നത്. വാഗ്ധേനു ദുഗ്ധേ ഏതം ഹി രസം. ആർക്ക് വേണ്ടിയിട്ട്? ബാലതൃഷ്ണയാ. ബാലനോടുള്ള തൃഷ്ണ കൊണ്ട്, കുട്ടിയോടുള്ള
സ്വന്തം കുട്ടിയോടുള്ള ഒരു വല്ലാത്തൊരു എന്താ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അമ്മമാർക്ക് അറിയുന്ന ഒരു വികാരമാണത്. അത് വല്ലാത്തൊരു അതാണ്, ഒരു വാത്സല്യെന്നോ സ്നേഹമെന്നോ അത് എങ്ങനെ എനിക്ക് പറയേണ്ടത് അറിയില്ല. അതിനെയാണ് ഇവിടെ തൃഷ്ണ എന്ന് പറയുന്നത്. തൃഷ്ണ കുടിക്കാനുള്ള ആഗ്രഹമൊന്നുമല്ല. കുട്ടിയോടുള്ള വല്ലാത്തൊരു സ്നേഹ പാരവശ്യം കൊണ്ട് സ്വയം ചെലുത്തുകയാണ്. അതുപോലെ ഈ വാഗ്ധേനു, വാഗാവുന്ന സരസ്വതി ചുരത്തുന്നു. അതാണ് നിഷ്യന്തമാന. എന്തിനെയാണ് നിഷ്യന്തമാന? ഈ പറഞ്ഞ രസാദിരൂപമായ അർത്ഥത്തെ. അതിനാണ് രസം. ഇതാ എന്തിനാണ് ചുരത്തുന്നത്? രസത്തെയാണ് ചുരത്തുന്നത്. ആ രസം എങ്ങനെയുള്ളതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ രസം അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. സാധാരണ യോഗികളൊക്കെ അവര് യോഗസമാധിയിൽ അനുഭവിക്കുന്ന അനുഭവത്തെ കുറിച്ച് അത് വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും. അതിനും എത്രയോ അപ്പുറത്താണത്. അവരുടെ ഈ യോഗികൾ അനുഭവിക്കുന്ന രസം എന്ന് പറയുന്നത് ഇതിന്റെ നാലയലത്ത് വരില്ല എന്നാണ്. തേന നാസ്യ സമസ്യ. ഈ കാവ്യരസവുമായിട്ട് യോഗിഭിഹി യഹാഹി രസഹ മുഹ്യത്തെ സഹ തേന നാസ്യ സമഹ. യോഗികൾ തങ്ങളുടെ സമാധിനുഭവത്തിൽ അനുഭവിക്കുന്ന രസമുണ്ടല്ലോ, യോഗികൾ ദോഹം ചെയ്യുന്ന കറന്നെടുക്കുന്ന രസമുണ്ടല്ലോ, ഒരു സാനുഭവം, അത് ഈ കാവ്യരസവുമായിട്ട് ഒരിക്കലും തുല്യമല്ല. അതിനേക്കാൾ എത്രയോ ഉയർന്ന തലത്തിലാണ്. എന്നിട്ട് പറയാണ് അഭിവ്യനക്തി എന്നൊരു വാക്ക് പറഞ്ഞല്ലോ. എന്താണ്? സരസ്വതി എന്ത് ചെയ്യുന്നു? സ്വയം ഈ അർത്ഥത്തെ ഈ മഹാകവികളുടെ വാക്കുകളിൽ നിന്നും ചുരത്തുന്നവളായിട്ട് മഹാകവികളുടെ പ്രതിഭാവിശേഷത്തെ അഭിവ്യനക്തി എന്നാണ് പറഞ്ഞത്. അഭിവ്യനക്തി അഭിവ്യഞ്ജിപ്പിക്കുന്നു. എങ്ങനെ അഭിവ്യഞ്ജിപ്പിക്കുന്നു പറഞ്ഞാൽ വെളിവാക്കുന്നു. എന്തിനെയാണ്? മഹാകവികളുടെ പ്രതിഭാവിശേഷത്തെ. എങ്ങനെ വെളിവാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിവ്യനക്തി പ്രതിപത്രീൻ പ്രതി സാ പ്രതിഭ ന അനുനീയമാന അപിതോ തദാവേശേന ഭാസമാന. ആ കവികളുടെ പ്രതിഭാവിശേഷത്തെ എങ്ങനെയാണ് വാഗ്ദേവത പ്രകാശിപ്പിക്കുന്നത്, അഭിവ്യഞ്ജിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടാണ്. തദാവേശേന ഭാസമാന. ആ രസാവേശത്തിലൂടെ അവരിൽ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത് ആ പ്രതിഭാവിശേഷം. ആരില്? വായനക്കാരില്, പ്രതിപത്താക്കന്മാരില്. പ്രതിപത്രീൻ പ്രതി സാ പ്രതിഭ ന അനുനീയമാന. അവരിലേക്ക് സരസ്വതി കൊണ്ടെത്തിക്കുകയല്ല ചെയ്യുന്നത്, അവര് രസാവേശം കൊണ്ട് അവരിൽ അത് പ്രകാശിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതിന്റെ അർത്ഥം ചോദിച്ചാൽ, രസം ആണ് കാവ്യത്തിന്റെ ആത്മാവ്. ആ രസം വാഗ്ദേവത സ്വയം ഒഴുക്കുന്നു ഇവിടെ മഹാകവികളുടെ വാക്കുകളിൽ. അതെങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, ആ വാക്കുകൾ, മഹാകവികളുടെ വാക്കുകൾ അനുഭവിക്കുന്ന സഹൃദയൻ മഹാകവി അനുഭവിച്ച അതേ രസാനുഭവം അയാളും അനുഭവിക്കുന്നു. അതനുഭവിക്കുമ്പോൾ അയാള് തിരിച്ചറിയുന്നു, ഓ ഇതാണ് മഹാകവി എന്ന് വെച്ചാൽ, ഇതാണ് പ്രതിഭ എന്ന് വെച്ചാൽ, മഹാകവികളുടെ പ്രതിഭാവിശേഷം എന്ന് വെച്ചാൽ ഇതാണ് എന്ന് അയാൾ തിരിച്ചറിയുന്നു. അതെങ്ങനെ തിരിച്ചറിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, വാഗ്ദേവത തന്നെ രസത്തെ ചുരത്തി കൊടുക്കുകയാണ്. ഇവരുടെ വാക്കുകളിലൂടെ സഹൃദയന് ചുരത്തി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഭട്ടതൗതൻ പറയുന്നത് ഇത് ആരുടെ രസമാണ് എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഭട്ടതൗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തന്നെ അഭിനവഗുപ്തന്റെ ഗുരുനാഥനാണ്. നാട്യശാസ്ത്രത്തിൽ, രസശാസ്ത്രത്തിലുള്ള ഗുരുനാഥനാണ്. ഭട്ടേന്ദുരാജൻ ധ്വന്യാലോകം പഠിപ്പിച്ച മാഷാണ്. ഭട്ടതൗതൻ നാട്യശാസ്ത്രം പഠിപ്പിച്ച മാഷാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. നായകസ്യ കവേഹ ശ്രോതു സമാന അനുഭവ തതഃ. നായകൻ എന്ന് വെച്ചാൽ കഥാപാത്രം. കഥാപാത്രം എന്ത് രസമാണോ എന്താണോ അനുഭവിച്ചത്, അപ്പൊ കഥാപാത്രത്തിന്റെയാണ് രസം. കവേഹ, കവിയാണ് പിന്നീട് അനുഭവിച്ചത്, അത് കവിയുടേതാണ് രസം. ശ്രോതു, വായനക്കാരൻ. ശ്രോതു എന്ന് പറഞ്ഞാൽ നാടകം കാണുന്ന ആള് അല്ലെങ്കിൽ കേൾക്കുന്ന ആള്. കാവ്യം, ശരിക്കും കാവ്യം വായിക്കുന്ന ആള് എന്നല്ല പറയാ, കേൾക്കുന്ന ആളെന്ന് തന്നെയാണ് പറയാ. എപ്പോഴും വക്ത ശ്രോതാവ് എന്ന് തന്നെയാണ് പറയാ. അതായത് കാവ്യം പഠിക്കുക എന്നാണ്. കാവ്യം
ഒരാൾ വായിക്കുന്നു, വേറൊരാൾ കേട്ട് രസിക്കുന്നു. അങ്ങനെയാണത്രേ ഉത്തരേന്ത്യയിലൊക്കെ ഇന്നും ആ പാരമ്പര്യം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. കാവ്യം എപ്പോഴും വായിക്കേണ്ടത് എന്നല്ല പറയാ, അത് പാഠ്യമാണ്, ഉറക്കെ ചൊല്ലി കേൾക്കേണ്ടത് എന്നാണ് പറയാ. അതുകൊണ്ട് ശ്രോതാവിലും എന്ന് വെച്ചാൽ വായനക്കാരനെ ഇവിടെ ശ്രോതാവ് എന്നാണ് പറയുന്നത്. 3 പേരിലും രസമുണ്ട്, ഒരേപോലെ ഉണ്ട് എന്നാണ് പറയുന്നത് ഭട്ടതിരി. ഇങ്ങനെ പറയുന്നത് കഥാപാത്രത്തിലും കവിയിലും വായനക്കാരനിലും ഒരേപോലെ രസാനുഭവം ഉണ്ട് എന്നാണ്. നായകസ്യ കവേശ്രോതുഹു സമാനോനുഭവസ്തതഃ. അതാണ് ഇവിടെ പറയുന്നത്, ഈ പദ്യത്തിൽ പറയുന്നത്. വാഗ്ദേവത മഹാകവികളുടെ വാക്കുകളിലൂടെ ഈ രസത്തെ, ഈ രസാതിരൂപമായിരിക്കുന്ന അർത്ഥത്തെ, ഈ രസത്തെ ഒഴുക്കുന്നവളായിട്ട് മഹാകവികളുടെ പ്രതിഭാവിശേഷത്തെ, അവരുടെ ഒരു പ്രതിഭ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പ്രതിഭയാണ്. സാധാരണ പ്രതിഭ പോലെയല്ല, അത് പ്രതിഭാവിശേഷമാണ്. അതിനെ വ്യഞ്ജിപ്പിക്കുന്നു, കാണിച്ചു തരുന്നു, പ്രകാശിപ്പിച്ച് കാണിച്ചു തരുന്നു, തെളിയിച്ച് കാണിച്ചു തരുന്നു എന്ന് പറയുന്നത്. എങ്ങനെ കാണിച്ചു തരുന്നു എന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് സാർദേനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഉണ്ട് പ്രതിഭ നോക്കുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കലല്ല, രസം അനുഭവിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നു എന്നാണ്. രസാവേശം കൊണ്ട്, തഥാവേശേന ഭാസമാന. അപ്പൊ എന്താ ഈ പ്രതിഭ എന്ന് വെച്ചാൽ ഒറിജിനാലിറ്റി, നോവൽറ്റി ഉണ്ടാക്കാനുള്ള, പുതുമ സൃഷ്ടിക്കാനുള്ള, പുതുമ കാണാനും അതിനെ വർണ്ണിക്കാനും പുതുമ സൃഷ്ടിക്കാന്ന് വെച്ചാൽ ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല. പുതുമ കണ്ടെത്തലാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. 90% ആളുകളും എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ടെൻഷൻ, ദുഃഖം, കഷ്ടം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരു 2-3% ആളുകളുണ്ട് വളരെ പരമസുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നവർ. അവർക്ക് ദൈവം തമ്പുരാൻ വിളിച്ചിട്ട് സുഖം കൊടുത്തോന്നുമല്ല, ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളുണ്ടെങ്കിലും അതില് സുഖം കണ്ടെത്തുകയാണ് അവർ. അതുപോലെ അപൂർവതയെ കണ്ടെത്താനുള്ള ഒരു കണ്ണ്, കണ്ടെത്തുക മാത്രമല്ല കണ്ടെത്തിയ അപൂർവതയെ അനുഭവിച്ച് രസിക്കാനും അതിനെ അനുഭവിപ്പിക്കാനും മറ്റുള്ളവരെ അനുഭവിപ്പിക്കാനുമുള്ള കഴിവ്, ആ ബുദ്ധി അതുള്ളവരെ, അതിനെയാണ്, ആ ബുദ്ധിയാണ് പ്രതിഭ എന്ന് പറയുന്നത്. പ്രതിഭയുടെ ഒരു ഡെഫിനിഷൻ ഇവിടെയാണ് അഭിനവഗുപ്തൻ പറയുന്നത്. അപൂർവ വസ്തു നിർമ്മാണ ക്ഷമാ പ്രജ്ഞ, അതാണ് പ്രതിഭ. അപ്പോൾ പ്രതിഭാവിശേഷം എന്ന് പറഞ്ഞാലോ തസ്യാഹ വിശേഷ രസാവേശ വൈശദ്യ സൗന്ദര്യം കാവ്യനിർമ്മാണക്ഷമത്വം യഥാഹ മുനി കവേരന്തർഗതം ഭാവം, ഭരതമുനി പറഞ്ഞാണ് പറയുന്നത്. അപ്പൊ പ്രതിഭ പലർക്കും ഉണ്ട്. ഇപ്പൊ ഭർത്തൃഹരിയൊക്കെ പറയുമ്പോൾ പ്രതിഭ എന്ന് പറയുന്ന ഓരോ ജീവിക്കും പ്രതിഭയുണ്ട് അത്രേ. കുയില് കൂകുമ്പോ അതിന്റെ ഒരു പ്രതിഭയാണ്. ഇതുപോലെ എല്ലാത്തിനും പ്രതിഭയുണ്ട്, എല്ലാവരിലും പ്രതിഭയുണ്ട്, പലതരം പ്രതിഭകളുണ്ട്. അതിൽ ഈ രസാനുഭവത്തെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള കാവ്യം ചമയ്ക്കാനുള്ള ഒരു കണ്ണ്, അത് കാണാനും അതിനെ വർണ്ണിക്കാനുമുള്ള ഒരു കണ്ണ്, ആ പ്രജ്ഞ, ആ ബുദ്ധിവിശേഷം, അതിനെയാണ് പ്രതിഭ എന്ന് പറയുന്നത്. അപൂർവ വസ്തു നിർമ്മാണ ക്ഷമ പ്രജ്ഞ പ്രതിഭ, കാവ്യ നിർമ്മാണ ക്ഷമത്വം. ആ പ്രതിഭാവിശേഷത്തെ കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മഹാകവികളുടെ പ്രതിഭാവിശേഷത്തെ സരസ്വതി കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഏതൊരു കവിയുടെ കാവ്യം വായിച്ചനുഭവിക്കുമ്പോഴാണോ നമുക്ക് ഈ രസാവേശം ഉണ്ടാവുന്നത്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇയാള് മഹാകവിയാണ് എന്ന്. അങ്ങനെയാണ്. അല്ലാതെ തടിച്ച കാവ്യം എഴുതുന്നത് കൊണ്ട് ഒരാൾ മഹാകവിയാവില്ല, ഒരു വലിയ മഹാകാവ്യം എഴുതിയത് കൊണ്ട് മഹാകവിയാവില്ല. അഭിവ്യക്തേന സ്ഫുരത പ്രതിഭാവിശേഷേണ നിമിത്തേന മഹാകവിത്വ ഗണന. അപൂർവത സൃഷ്ടിക്കാൻ, പുതുമ സൃഷ്ടിക്കാൻ, പുതുമ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ രസക്കടലിൽ ആറാടിക്കാൻ ഉള്ളൊരു പ്രതിഭാവിശേഷം ആർക്കാണോ ഉള്ളത്, അതുള്ളവനെ മഹാകവി എന്ന് വിളിക്കാം എന്നാണ്. അഭിവ്യക്തേന സ്ഫുരത പ്രതിഭാവിശേഷേണ മഹാകവിത്വ ഗണന ഇത് യാവത്. അപ്പൊ പറഞ്ഞു വെച്ചത് എന്താണ്? ഈ പദ്യത്തിൽ സരസ്വതി സ്വാതു തദർത്ഥവസ്തു എന്നുള്ള പദ്യത്തിലൂടെ പറയുന്നത്, ആരുടെ വാക്കുകളിലാണോ കവിതകളിലാണോ വാഗ്ദേവത സ്വയം ആ രസത്തെ ചുരത്തി വായനക്കാരനെ അതിൽ ആറാടിക്കുന്നത്, അയാള് മഹാകവി എന്ന് ഈ വായനക്കാരൻ തിരിച്ചറിയുന്നു. എങ്ങനെയാ തിരിച്ചറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അപൂർവത സൃഷ്ടിക്കാനുള്ള, രസത്തിൽ ആറാടിക്കാനുള്ള അയാളുടെ ഒരു കഴിവ്, ആ പ്രതിഭാവിശേഷം അയാളിൽ ഉള്ളത് കൊണ്ട് അയാളെ മഹാകവിയാണെന്ന് തിരിച്ചറിയുന്നു.
മഹാകവികളുടെ പരിസ്ഫുരത്തായിരിക്കുന്ന പ്രതിഭാവിശേഷത്തെ തിരിച്ചറിയുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ മഹാകവികളുടെ വാക്കുകളിൽ ആ അർത്ഥവസ്തുവിനെ ഒഴുക്കുന്നവളായിട്ടുള്ള സരസ്വതി വ്യഞ്ജിപ്പിക്കുന്നു. സരസ്വതിയാണ് മഹാകവിത്വത്തെ പ്രതിഭാവിശേഷത്തെ വ്യഞ്ജിപ്പിക്കുന്നത് എന്ന് സാധാരണയുള്ള അർത്ഥത്തെക്കാളും നല്ലത് പ്രതിഭാവിശേഷത്തിലൂടെ സഹൃദയൻ വാഗ്ദേവത തന്നെ അനുഭവിപ്പിച്ച ഏതൊരു കവിയുടെ വാക്കുകളിലൂടെയാണോ വാഗ്ദേവത സഹൃദയനെ രസാനുഭവത്തിൽ ആറാടിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ആ ആറാടിയ സഹൃദയൻ ആ മഹാകവിയുടെ മഹാകവിത്വത്തെ തിരിച്ചറിയുന്നു. ഏതിലൂടെയാണ്? ഈ രസാനുഭവത്തിന് അയാളെ പ്രാപ്തനാക്കിയ, രസാനുഭവത്തിന് മാത്രമല്ല സ്വയം അനുഭവിക്കാനും മറ്റുള്ളവരെ അനുഭവിപ്പിക്കാനും പ്രാപ്തനാക്കിയ അദ്ദേഹത്തിന്റെ വല്ലാത്ത ഒരു ഉൾക്കാഴ്ച, അന്തർദർശനം, അപൂർവതയെ കാണാനും രസാനുഭവത്തെ ഉൾക്കൊള്ളാനും അനുഭവിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതുള്ള ആ പ്രതിഭാവിശേഷമുള്ള ആളായിട്ട് മഹാകവിയെ തിരിച്ചറിയുന്നു. ഇയാളാണ് മഹാകവി എന്ന് സഹൃദയൻ തിരിച്ചറിയുന്നു. ഇതാണ്. ഇനി അടുത്ത പദ്യം, അടുത്ത കാര്യ. ഇതാണ്. ഇത് നമ്മൾ വായിച്ചിട്ടില്ല തോന്നുന്നു. ഈ പദ്യത്തിന്റെ വൃത്തി ഇതാണ്. തത് വസ്തു തത്വം, അർത്ഥവസ്തു എന്നല്ലേ പറഞ്ഞ, അർത്ഥവസ്തു എന്നുള്ളതിന് വസ്തു തത്വം ആണ് ഇവിടെ അർത്ഥം പറയുന്നത്. സരസ്വതി സ്വാദു തദർത്ഥവസ്തു. അർത്ഥം എന്നുള്ളതിന് വസ്തു എന്നും വസ്തു എന്നതിന് തത്വം എന്നും അർത്ഥം പറഞ്ഞു. തത്വം എന്ന് പറഞ്ഞാൽ രഹസ്യം. ആ അർത്ഥത്തിന്റെ രഹസ്യം എന്ന് വെച്ചാൽ ആ രസാതിരൂപമായിരിക്കുന്ന അർത്ഥത്തിന്റെ സാരത്തെ നിഷ്യന്തമാന സ്വയം ഒഴുക്കുന്നവളായ മഹാകവീനാം ഭാരതി, മഹാകവികളുടെ വാക്ക്, വാഗ്ദേവത, അലോകസാമാന്യം പ്രതിഭാവിശേഷം, അന്യരിൽ കാണാൻ പറ്റാത്തതായ അന്യാദൃശമായിരിക്കുന്ന പ്രതിഭാവിശേഷത്തെ പരിസ്ഫുരന്തം, അത് എല്ലായിടത്തും അവരുടെ വാക്കുകളിലെല്ലാം തത്തിക്കളിക്കുന്നു. പരിസ്ഫുരം, പരി എന്ന് വെച്ചാൽ എല്ലായിടത്തും, പരിസ്ഫുരന്തം എല്ലായിടത്തും തത്തിക്കളിക്കുന്നതായ പ്രതിഭാവിശേഷത്തെ ഈ പ്രതിഭാവിശേഷം ഉള്ളവരെ മാത്രമേ മഹാകവി എന്ന് പറയുന്നുള്ളൂ. അത്ര പേരുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ്. പ്രതിഭാവിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ മഹാകവി ആവുള്ളൂ. അതുകൊണ്ട് 2, 3, 4, 5 മഹാകവികളെ, പലതരം കവികളുള്ള ഈ ലോകത്ത് 2, 3, 4, 5 മഹാകവികളെ ഉള്ളൂ. ഏന അസ്മിന് അതിവിചിത്ര കവി പരമ്പരാവാഹിനി. പലതരം കവികളുണ്ട് തീർച്ചയായിട്ടും. കുറുങ്കവിതകൾ എഴുതുന്നവരുണ്ട്, വലിയ പെരുങ്കവിതകൾ എഴുതുന്നവരുണ്ട്, അതിൽ ഗദ്യമയമായിട്ട് എഴുതുന്നവരുണ്ട്, പദ്യമയമായിട്ട്, അങ്ങനെ പലതരത്തിൽ എഴുതുന്നവരുണ്ട്. പലരും രസിപ്പിക്കണം, അതൊന്നും നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ മഹാകവികൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിചിത്രമായിട്ടുള്ള ഈ കവി സംസാരത്തില് കാളിദാസ പ്രഭൃതയ ദ്വിത്രാഹ പഞ്ചശാഹ വാ മഹാകവയ